എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാമത് അധ്യായത്തിൻ്റെ 21 മുതൽ 6-ാമത് അധ്യായത്തിൻ്റെ 9 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. വായിക്കണമെന്നില്ല, എങ്കിലും ചിരപരിചിതമായ ഒരു ഭാഗമാണ്. നമുക്ക് ഇങ്ങനെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ചിന്തിച്ചു പോകാം. 5-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 6-ാം അധ്യായത്തിൻ്റെ 9 വരെയുള്ള വാക്യങ്ങൾ. ഇതേ ആശയത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 3-ാമത് അധ്യായം 18 മുതൽ 4-ാമത് അധ്യായത്തിൻ്റെ 1 വരെ സമാനമായ ചിന്തകളെ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ട് ഭാഗങ്ങളും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് ധ്യാനിച്ച് ചിന്തിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം സഭയെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ്. സഭ എന്താണ് എന്നവിടെ കാണുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 22 മുതലുള്ള വാക്യങ്ങൾ കാണുന്നു. സർവവും അവൻ്റെ കാൽക്കീഴാക്കി വച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറമായിരിക്കുന്ന അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. അപ്പം സഭ ക്രിസ്തുവിൻ്റെ ശരീരം എന്നുള്ള ഒരു ദർശനം അവിടെ കാണുകയാണ്. അതിൻ്റെ എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറമായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭ എല്ലാറ്റിനും മീതെ തലയാക്കി. അപ്പം സഭ അവിടുത്തെ ശരീരമാണ്. ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരം. സഭ ക്രിസ്തുവിൻ്റെ ശരീരം. അതാണ് 1-ാം അധ്യായത്തിൽ കാണുന്നത്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭ ഒരു കെട്ടിടം ആണ് എന്ന് കാണുന്നുണ്ട്. ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ, 2-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങൾ, ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേലെ ദൈവം നമ്മളെല്ലാവരും അവന് നിവാസമാകേണ്ടത് വിശുദ്ധ മന്ദിരമായി പണിതുകൊണ്ടുവരുന്നു എന്ന് 2-ാം അധ്യായത്തിൽ കാണുന്നു. അത് സഭ ഒരു കെട്ടിടം, ഒരു ബിൽഡിംഗ് എന്ന നിലയിൽ കാണാം. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ഈ മർമ്മം വലുത് എന്ന് പറയുമ്പോൾ അവിടെ ബ്രൈഡ് അഥവാ സഭ ക്രിസ്തുവിൻ്റെ കാന്ത എന്നുള്ള ആ ഒരു ദർശനം കാണാൻ കഴിയും. അങ്ങനെ ഇതെല്ലാം 3 ദർശനങ്ങൾ. സഭ എന്താണെന്ന് മനസ്സിലാക്കാൻ ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ ഒരു നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാകാവുന്ന ഭാഷയിലുമാണ് എഴുതിയിരിക്കുന്നത്. ചെറിയ ഭാഗങ്ങളൊക്കെ ഒഴിച്ച് ബാക്കി ഏത് സാധാരണക്കാരനും ഇത് മനസ്സിലാകും. അപ്പം അതുകൊണ്ട് അതാണ് വേദപുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരം. എല്ലാവരും ഒരുമിച്ചൊന്ന് പറഞ്ഞ് സഭ ക്രിസ്തുവിൻ്റെ ശരീരം. ഒന്നുകൂടെ പറഞ്ഞ് സഭ ക്രിസ്തുവിൻ്റെ ശരീരം. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് ഈ ഭാഗം ഇങ്ങനെ ധ്യാനിക്കുകയാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അതുകൊണ്ട് വളരെ ഗൗരവപ്പെട്ട് വേണം നമ്മൾ ഈ സഭയെ കാണാൻ. സഭ ക്രിസ്തുവിൻ്റെ സഭ എന്ന് പറയുമ്പോൾ അത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ദൃശ്യവും അദൃശ്യമായ സഭയുണ്ട്. പ്രാദേശിക സഭകളുള്ളപ്പം തന്നെ ആഗോള വ്യാപകമായി കാണുന്ന യൂണിവേഴ്സൽ ചർച്ചുണ്ട്. അതായത് രക്ഷിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടം. അതിനകത്ത് അനേക ഭാഷക്കാർ, അനേക ജാതികളിൽ നിന്ന് വന്നവർ, അനേക പണ്ഡിതർ, പാമര് എല്ലാവരും കൂടുന്ന ഒരു വലിയ കൂട്ടം. ക്രിസ്തുവുമായിട്ട് ബന്ധമുള്ള, ക്രിസ്തുവിനെ അംഗീകരിച്ച, കർത്താവുമായിട്ടൊരു വലിയ ബന്ധത്തിലേക്ക് വന്ന ഒരു പറ്റം ആളുകൾ രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തു. അപ്പം സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് മാറാൻ കഴിഞ്ഞത് ഒരു അനുഗ്രഹമായി കരുതണം. ചിലർക്കൊക്കെ സഭയുടെ ഭാഗമാണോ, നീ ഒരു പെന്തക്കോസ്തുകാരനാണോ, വിശ്വാസിയാണോ എന്നൊക്കെ ചോദിച്ചാൽ പെട്ടെന്നൊരു ചമ്മല്, പെട്ടെന്നൊരു ബുദ്ധിമുട്ട് തോന്നുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പെട്ടെന്നൊരു ബുദ്ധിമുട്ട് കണ്ടിട്ട് ചിലർക്കൊക്കെ പെട്ടെന്നൊരു ചമ്മല്, ഒരു പ്രയാസമൊക്കെ തോന്നില്ല അല്ലേ? പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. പക്ഷേ അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപമാനത്തിൻ്റെയും കാര്യമല്ല, ഒരു ഭയങ്കര അഭിമാനത്തിൻ്റെ കാര്യമാണ് സഭ. ഞാനത് മനസ്സിലാക്കുന്നത് പല കാരണങ്ങളിൽ കൂടാണ്. എങ്കിലും ഓർമ്മയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന 2 അനുഭവങ്ങൾ. ഒന്ന്, 2 വർഷം മുമ്പ് എൻ്റെ പിതാവ് മരിച്ചുപോയി. 2-2.5 വർഷമായി. അപ്പോൾ അതിൻ്റെ ഒരു തിങ്കളാഴ്ച രാവിലെയാണ് മരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് അടക്കുന്നത്. എൻ്റെ വിശ്വാസികളുടെ ഇരിപ്പുണ്ട്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ വൈകിട്ട് വീട്ടിൽ വെച്ച് കൂട്ടായ്മ നടക്കുന്നു. ഇതുപോലെ പന്തലൊക്കെ മുറ്റത്തിട്ട് ഒത്തിരി പേര് വരുന്നു. എല്ലാ ദിവസവും വൈകിട്ട് ഓരോരുത്തരെ ശുശ്രൂഷിക്കും. ബുധനാഴ്ച രാത്രി 3-ാമത് രാത്രിയിൽ
ദൈവവചന പ്രഘോഷണമുണ്ട്, ഒത്തിരി ആൾക്കാർ വരുന്നു. ആ സമയത്ത് എൻ്റെ മനസ്സിലൊരു വലിയ നിയോഗം, കുറേ നേരം പ്രാർത്ഥിക്കണം. ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മുറിയിൽ പോയി. അപ്പോൾ എന്നെ കാണാൻ ഒത്തിരി പേര് വരുന്നു. ഞാൻ എൻ്റെ അപ്പാപ്പനോട് പറഞ്ഞു, അപ്പാപ്പൻ എങ്ങും പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം, വരുന്നവരെല്ലാം സ്വീകരിക്കണം. അപ്പോൾ അപ്പാപ്പൻ എന്നോട് പറഞ്ഞു, എനിക്കെല്ലാവരും അറിയില്ല, അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, സാരമില്ല, എന്നാലും എന്നെ വിളിക്കരുത്. ഞങ്ങൾ പോയിരുന്നു, പ്രാർത്ഥിച്ചു. യോഗം കഴിയാറായപ്പോൾ എൻ്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനിയും പെട്ടെന്ന് വരണം, ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് ഈ പന്തലിലൂടെ വന്നപ്പം കണ്ട കാഴ്ച, എല്ലാവരും യോഗം കഴിഞ്ഞ് കാപ്പ് കുടിക്കുക. അപ്പം ഞാൻ വ്യാഴാഴ്ച രാവിലെ, ഇതൊരു ബുധനാഴ്ച രാത്രിയാണ്, വ്യാഴാഴ്ച രാവിലെ ഞങ്ങളുടെ ചർച്ചിൽ മറ്റൊരു അമ്മച്ചിയുടെ മരണമുണ്ട്, അടക്കമുണ്ട്. അപ്പം ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ചോദിച്ചു, ആ കാര്യം നിങ്ങൾ അനൗൺസ് ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ അച്ഛ, സോറി, മറന്നുപോയി. ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ല, അത് പ്രധാനപ്പെട്ട കാര്യമാണ്, ഓരോരുത്തർക്കും അവരവരുടേത് വലുതല്ലേ, നിങ്ങൾ തെറ്റായിപ്പോയി കാണിച്ചൊരു കാര്യം ചെയ്യും, സിസ്റ്റം ഓണാക്കും, ഞാൻ തന്നെ അനൗൺസ് ചെയ്യാം. ഇൻ്റർലോക്ക് ഇട്ട ഒരു തറ, ഞാൻ കാലം ചെരുപ്പിട്ടിട്ടില്ല, ഞാൻ സിസ്റ്റം ഓണാക്കി വെച്ചു. ഞാൻ ചെന്നിട്ട് ഒരു മൈക്രോഫോൺ എടുത്തിട്ട് അനൗൺസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്നെ ഷോക്ക് അടിക്കാൻ തുടങ്ങി. അത് എർത്തൊന്നുമല്ല, എർത്തൊക്കെ സാറിന് അടിക്കാറുണ്ട് ഈ മൈക്രോഫോണിൽ നിന്ന്, പക്ഷേ എർത്തൊന്നും അടിച്ചതല്ല, ശരിക്കും ഷോക്ക് അടിക്കുകയാണ്. ഞാൻ സ്റ്റിഫാകുകയാണ്. കുറച്ച് നിമിഷം കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകും. ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, എല്ലാവരും വർത്തമാനം പറയും. പക്ഷേ സിസ്റ്റത്തിന് മുമ്പിൽ ഇരുന്നൊരു സഹോദരൻ പെട്ടെന്നൊരു ചിന്ത, അദ്ദേഹം പെട്ടെന്ന് ഈ സിസ്റ്റം ഓഫ് ചെയ്തപ്പോൾ ഈ സാധനം എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോയി. ഇല്ലായിരുന്നു, 2 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ മരിച്ചു പോയി. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അന്നൊരു സംഭവം ഉണ്ടായി. എൻ്റെ സഭയിൽ നിന്ന് ഒരു 20 വർഷം മുമ്പ് വിവാഹം കഴിച്ചു വിട്ട ഒരു ചേച്ചി, ദൈവം ആ സന്ധ്യയ്ക്ക് തന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ ദൈവം ഒരു ദർശനം കാണിച്ചു. ഞങ്ങളുടെ സഭയിൽ അവിടെ ഒരു ആംബുലൻസ് അല്ല, വെള്ളിയാഴ്ച 2 ആംബുലൻസ് വന്നിരിക്കുന്നു. ഒരു ബോഡിയല്ല, 2 ബോഡി വെക്കുന്നു. അത് കണ്ടിട്ട് താൻ കരയാൻ തുടങ്ങി. കുറേ പേരെ വിളിച്ചു പറഞ്ഞു. പലരും ഞങ്ങളുടെ ചർച്ചിലുള്ള അമ്മമാരാണ്, അവരെല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് കർത്താവ് എന്നോട് പറയുന്നത്, പ്രാർത്ഥിക്കാൻ. ഞാൻ വന്നപ്പോൾ കറണ്ട് അടിക്കുന്നു, സിസ്റ്റം ഓഫ്. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്തിനാ ഓഫ് ചെയ്ത്? അവൻ പറഞ്ഞു, എന്തോ ഇങ്ങനെ ചുണ്ട് അനങ്ങുന്ന പോലെ തോന്നി, മിണ്ടാൻ വയ്യ. എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നിയുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തതാണ്, ഒരു ഡൗട്ട് തോന്നി. ദൈവത്തിൻ്റെ മഹാദയ. ഞാൻ പറഞ്ഞത്, ശരീരം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്? ശരീരം ഫങ്ഷൻ ചെയ്യുന്നത്, നമ്മുടെ ഇടത്തെ കയ്യെ കൊതുക് അടിച്ചാൽ നമ്മൾ വലത്തെ കൈ കൊണ്ട് അടിക്കത്തില്ലേ? എന്തുകൊണ്ടാണ് അടിച്ചത്? ചുമ്മാ അങ്ങ് അടിച്ചാണ്. മൈനാപ്പള്ളി അതിന് കൊതുകുണ്ടല്ലോ, ഉണ്ട്. എനിക്ക് വന്നപ്പോഴേ മനസ്സിലായി. അപ്പോൾ ഞാനോർത്ത് ഞങ്ങളവിടെ വന്ന് കൂടുതൽ അല്ല, ഒട്ടും കുറവല്ല. അപ്പം നിങ്ങൾ ഞങ്ങളെക്കാട്ടി ആ കാര്യത്തിൽ മുൻപ് നിൽക്കുകയാണ്. കൊതുകൊക്കെ ഉണ്ട്. അപ്പം കൊതുക് അടിച്ച് ഇടത്തെ കൈയെ അടിച്ചാൽ നമ്മളെന്തോ ചെയ്യും? വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയെ അടിക്കും. എന്തുകൊണ്ടാണ് അടിച്ചത്? വലത്തെ കൈയെ കൊതുക് അടിച്ചു എന്ന് ആരറിഞ്ഞു? തലയ്ക്കകത്തൊരു സാധനമുണ്ട്, അതിൻ്റെ പേരിനാ മെഡില്ല. പിള്ളേരൊക്കെ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ പറ. എന്താ ഡോക്കളെ? മെഡില്ല പറയടാ. ഞാൻ ശരിക്കും ഉത്തരം പറഞ്ഞ പാർശ്വ സമ്മാനം തരും. ഞാനങ്ങ് പോകും. മെഡില്ല മുളം കയറ്റാണോ? അങ്ങനെ കണ്ട സാധനം അല്ലേ, അന്ന് കണ്ട് പഠിച്ച. ഏതായാലും അത് അതിനകത്തിരിപ്പുണ്ട്. അത് വലത്തെ കൈക്ക് ഒരു സന്ദേശം കൊടുക്കും, വലത്തെ കൈയെ നീ ഇടത്തെ കൈക്ക് എന്ത് കൊടുക്ക്? ഒരടി കൊടുക്കാൻ പറയും. ഇതുപോലാണ് സഭ ഫങ്ഷൻ ചെയ്യുന്നത്. ഇതിനെല്ലാം അറിയുന്നത് ശിരസാണ്. നമ്മളിങ്ങനെ കാലാകാലങ്ങളിൽ വിളിച്ച് ഈ ശരീരത്തിൻ്റെ ഭാഗമാക്കി വെക്കുമ്പോൾ, ഈ ശരീരത്തിനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് തല ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ അതൊരു പ്രിവിലേജായി കരുതുന്നവർ ഇന്ന് രാത്രി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താൽ അതൊരു അപമാനമാണോ? അല്ല. അതൊരു അബദ്ധം പറ്റിയതാണോ? അല്ല. അതൊരു ഭയങ്കര പ്രിവിലേജും പദവിയുമായി ഇന്ന് രാത്രി കണ്ട്, ദൈവമേ എന്നെ ഇതിൻ്റെ ഭാഗമാക്കിയല്ലോ, നിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കിയല്ലോ, അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയുന്നവർ കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അപ്പം ഈ ഒരു പ്രൊട്ടക്ഷൻ ഇതിനകത്തുണ്ട്. സഭയുടെ ഭാഗമാകുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രൊട്ടക്ഷൻ. രണ്ടാമത് എനിക്കൊരു അഭിമാനം തോന്നിയൊരു കാര്യമുണ്ട്. ഇതുപോലെ തന്നെ ഒരു സാഹചര്യത്തിൽ എൻ്റെ പിതാവിൻ്റെ അറ്റാക്ക് ഉണ്ടായി. 2004 ഞാൻ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പം ഒരാഴ്ചയ്ക്ക് അടുത്ത് തന്നെ ഞങ്ങളവിടെ കിടന്നു. ഞാൻ എൻ്റെ മുറിയുടെ പുറത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് മുറിയിൽ നിന്ന് ഒരമ്മ ഇറങ്ങി വന്നു. ആ അമ്മ നല്ല ആട്ടിത്തമുള്ളൊരു ക്രൈസ്തവയ അമ്മയാണ്, കണ്ടറിയാം. വളരെ ആട്ടിത്തമുള്ളൊരമ്മ. അമ്മയും ഞാനും കൂടെ വർത്തമാനം പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് നിങ്ങൾ എവിടുത്തുകാരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ റാന്നിക്കാരൻ. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ ഒത്തിരി ബന്ധുക്കളുണ്ടോ? ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ വലിയ ബന്ധുക്കളൊന്നും ഇവിടെ ഇല്ല, നമുക്ക് പൊതുവെ ബന്ധുക്കൾ കുറവുള്ളവർ.
പിന്നെ എന്തിനാ ഒത്തിരി പേര് ഇവിടെ വന്നേ, അതാരാ? അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ പെന്തക്കോസ്ത് വിശ്വാസികളാണ്, ഞങ്ങളുടെ കൂട്ടായ്മക്കാർ അറിഞ്ഞും കേട്ട് ഇവിടെ ഒത്തിരി പേരുള്ളവർ വന്നാ. അപ്പോൾ ഈ അമ്മ എന്നെ ഇങ്ങനെ കുറേ നേരം നോക്കിയിട്ട് പറഞ്ഞു, മോനെ ഞാനാരാന്ന് നിനക്കറിയാം? അറിയില്ല. അമ്മയോട് പറഞ്ഞു, ഞാൻ മുൻ മുഖ്യമന്ത്രിയുടെ അനന്തരവളാണ്, പ്രധാനസ്ഥനായിരുന്നു മുഖ്യമന്ത്രിയുടെ അനന്തരവളാണ്. മോനെ 2 ആഴ്ചയായിട്ട് ഞാൻ ഇവിടെ കിടക്കുക, ആരും കാണാൻ വന്നില്ല. നിൻ്റെയൊക്കെ വർഗം കൊള്ളാമല്ലോ, എന്ത് പേരാടാ വന്നേ? അപ്പം എനിക്ക് സന്തോഷം തോന്നി, ഈ വർഗം കൊള്ളാവുന്നൊരു വർഗമല്ലേ? അല്ലയോ? അല്ലേ? അല്ലേ? ഒരു സൺഡേ കണ്ടില്ലെങ്കിൽ എന്താ പറ്റിയത്? ഒന്നുമില്ലെങ്കിൽ ചങ്ക് വെട്ടി എഴുന്നേറ്റ് ചെയ്യുന്ന കൂട്ടുകാരി പരമായി എന്നെ നടത്തുന്ന പെറ്റമ്മയൊക്കെ സ്നേഹിക്കുന്ന കർത്താവെന്നൊക്കെ പറഞ്ഞ് ഒന്ന് കരഞ്ഞൊരു സാക്ഷ്യം പറയുമ്പം പകുതിയൊക്കെ ആയി. അതിനകത്തൊരു കണക്കുണ്ട് കേട്ടോ, 50% ആളുകൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. മിനിമം 50 പ്രാർത്ഥിച്ചിരിക്കും. അതെൻ്റെ ഒരു കണക്കാണ്. 50 എപ്പോഴും പ്രാർത്ഥിച്ചിരിക്കും. കാരണം ഒരാൾ തിരികല്ലായിരുന്നു, ഒരാൾ എടുക്കപ്പെട്ടു, ഒരാൾ വിടപ്പെട്ടു, ഒരാൾ 50 പ്രാർത്ഥിക്കും ഉറപ്പ്. അതുകൊണ്ട് ആരും പറയാൻ മടിക്കൊന്നും വേണ്ട. 50% അതിനകത്ത് പ്രാർത്ഥിച്ചിരിക്കും. 50% പ്രാർത്ഥിച്ചില്ലെങ്കിലും 50% പ്രാർത്ഥിച്ചിരിക്കും. അപ്പം ഇങ്ങനെ ഒരു ശരീരത്തിൻ്റെ ഭാഗമായത് ദൈവമേ എൻ്റെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി കാണാൻ കഴിയും. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്, ക്രിസ്തുവിൻ്റെ ശരീരം. ആ ശരീരത്തിൻ്റെ ഭാഗമാക്കി കാലാകാലങ്ങളിൽ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചാക്കുകയാണ്. 2, സഭ ക്രിസ്തുവിൻ്റെ ഒരു കെട്ടിടമായിട്ട് പറയുന്നു. ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേലെ ഇങ്ങനെ പണിതുകൊണ്ടുവരികയാണ്. എങ്ങനെ കെട്ടിടം പണിയുന്നത് അതുപോലെയാണ് ദൈവസഭയെ പണിയുന്നത്. ഒരു കട്ട വെക്കുന്നു, അതിൻ്റെ മണ്ടയ്ക്ക് ചാന്ത് വെക്കുന്നു, എന്നിട്ട് അടുത്ത കട്ട വെച്ചിട്ട് ഇങ്ങനെ പണിയുകയാണ്. അത് വലിയൊരു സംഭവമാണ്. അങ്ങനെയാണ് കെട്ടിടം പണിയുന്നത്. കെട്ടിടം ഇങ്ങനെ പണിത് വരികയാണ്. എന്നാലും ഈ കാലാക്രമങ്ങളിൽ അപജയങ്ങളൊക്കെ ഉണ്ടാകാം. അതിനെ നമ്മൾ തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യണം. ഞാനതിനെ പറയുന്നൊരു ഉദാഹരണമാണ്. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, പക്ഷെ ചിന്തിച്ചപ്പോൾ സത്യമായിട്ട് തോന്നി. പണ്ട് സഭ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നറിയാമോ? നമ്മൾ ഈ പണ്ടത്തെ ഒരു സംഭവമുണ്ട്, പണ്ട് ഇപ്പോഴും ഉണ്ടത്. ഈ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ പാർലെ ബിസ്ക്കറ്റിൻ്റെ കിട്ടില്ലേ, പാർലെ ബിസ്ക്കറ്റ്, അതൊരു ഫാമിലി പാക്കറ്റിലൊക്കെ എടുത്താൽ വയറ് നിറയാനുള്ള സാധനമുണ്ട്. കാപ്പിക്കകത്ത് മുക്കി കഴിക്കാൻ. അതിന് കവറിന് വലിയ വിലയൊന്നും കാണത്തില്ല, പക്ഷെ അകത്ത് ഒത്തിരി എണ്ണം ഇങ്ങനെ ഒന്നിച്ചുട്ടി ഇരിക്കത്തില്ലേ? ഇരിക്കും. ഇത് എന്നാൽ കാലം മുമ്പോട്ട് പോയി, നമുക്ക് ഇഷ്ടം പോലെ പൈസയൊക്കെ ആയി, മാളുകൾ വന്നു, അച്ചായന്മാർ ഗൾഫിൽ പോയി. അപ്പോൾ ഈ പാർലെ ബിസ്ക്കറ്റ് ഒന്നും അല്ല വരുന്നത്, പിന്നെ വലിയ പെട്ടിക്കകത്ത് വരുന്ന ഡെലീഷ്യസ് ഒക്കെ സാധനങ്ങൾ വരും. കണ്ടിട്ടില്ല? ഇങ്ങനെ വരും പെട്ടിക്കകത്ത്. പക്ഷേ ആ പെട്ടിക്കകത്തിരുന്ന ഒരു കുഴപ്പമുണ്ട്, അതിനകത്ത് ഈ പാർലെ ബിസ്ക്കറ്റ് പോലെ 100 കാണത്തില്ല. കഷ്ടിച്ചൊരു 10-15 എണ്ണം കാണും. വലിയ പെട്ടിക്ക കാശ് അതിനകത്ത് ഇങ്ങനെ കാണും. പക്ഷേ അതിനകത്തൊരു ശ്രദ്ധിച്ചാൽ കാണാം, ഒരു 15 വർഷം ഈ പെട്ടിക്കകത്തിരുന്നാൽ ഈ ബിസ്ക്കറ്റ് തന്നെ ഒട്ടത്തില്ല. കാരണം എല്ലാ ബിസ്ക്കറ്റിൻ്റെ ഇടയ്ക്ക് എന്തോ വെച്ചിട്ടുണ്ട്, പേപ്പർ ഇരിപ്പുണ്ട്. അതാണ് ഈ കുഴപ്പം. നമ്മൾ ഈ ഒരു പെട്ടിക്കകത്താണെങ്കിലും ഇടയ്ക്ക് എന്തോ വെക്കരുത്, പേപ്പർ വെക്കരുത്. അപ്പം ഞാൻ ഇടയ്ക്ക് പ്രസംഗിച്ചപ്പോൾ ഒരാൾ പറഞ്ഞൊരു നല്ലൊരു കൊച്ച എന്ന് പറഞ്ഞു, അച്ഛൻ പേപ്പർ ആയിരുന്നെങ്കിൽ സാരമില്ല, തെർമോക്കോളൊക്കെ കയറ്റി വെച്ച് എന്തോ വെച്ച് വലിയ പാടാച്ച. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത്, സഭ ഇങ്ങനെ ഒരു കെട്ടിടമാണ്, അടുക്കി ഇരിക്കുകയാണ്. എന്നൊരു സന്തോഷമാണ് നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്തെല്ലാം എനിക്കൊരു വിഷയം വന്നാൽ പറയാനും പ്രാർത്ഥിക്കാനും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കാനും ഒക്കെ തമ്പുരാൻ തന്ന ഈ വലിയ കൂട്ടായ്മയുടെ ബലവും അതിൻ്റെ സന്തോഷവും അതൊക്കെ വലിയൊരു കാര്യമല്ലേ? അതോർത്ത് എല്ലാവരും ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താൽ. അപ്പോൾ ഇതൊരു അഭിമാനമല്ലേ? അതൊരു പദവിയല്ലേ? ആണോ? ആണെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വല്ല ഇതാണെങ്കിൽ ഈ കൂട്ടുകാരുടെയൊക്കെ ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ എന്താന്ന്, എല്ലാം കൂടെ പോയിരുന്ന് കുടിച്ചിട്ട് ഒരുത്തൻ ബൈക്കിൽ പോയി ചത്തുപോയ മാക്സിമം ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നുണ്ട്, എല്ലാവരും ഒരു ബാട്ടടിച്ച് പോക്കറ്റിൽ കുത്തും, എന്നിട്ട് മോർച്ചറി വിട്ട് റാലിയായിട്ട് വരും, 3-4 പോസ്റ്ററും തീർക്കും. അകാലത്തിൽ പൊലിഞ്ഞു പോയ സുഹൃത്തിന് അഭിവാദ്യങ്ങൾ തീർന്നില്ലേ? എന്നാൽ ഈ ബന്ധം ഇവിടം കൊണ്ടും തീരാതെ മരണത്താൽ മറയാത്ത മകൻ സ്നേഹപ്രഭയാൽ പിരിയോ ബന്ധമാണിത് യുഗകാലം വരെ. സഭ ഒരു മർമ്മം. ഈ മർമ്മം വലുത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നിട്ട് 3-ാം അധ്യായത്തിലൂടെ വരുമ്പം കാണുന്നു, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തും. അപ്പോൾ എല്ലാ സഭ കുടുംബങ്ങളെ കൊണ്ടാണ് പണിയപ്പെടുന്നത്. അപ്പോൾ കുടുംബങ്ങൾ അതിന് പേർ വരുവാൻ കാരണമായത് പിതാവാം, ദൈവമാണ്. എന്നിട്ട് 5-ാം അധ്യായത്തിലേക്ക് വരുന്നിട്ട് 21-ാമത്തെ വാക്യത്തെ കാണുന്നു,
ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. അന്യോന്യം എന്നുള്ളൊരു വാക്ക് വേദപുസ്തകത്തിൽ പല പ്രാവശ്യം കാണുന്നുണ്ട്. അന്യോന്യം വന്ദനം ചെയ്യണം, അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം, അന്യോന്യം ക്ഷമിക്കണം, അന്യോന്യം കാത്തിരിക്കണം. അങ്ങനെ അന്യോന്യം ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവിടെ പറയുന്നു അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. എന്നിട്ട് 6 ബന്ധങ്ങളാണ് അവിടെ പറയുക. 6 ബന്ധങ്ങൾ. 1, ഭാര്യമാരെ നിങ്ങൾ എങ്ങനെ ഭർത്താക്കന്മാരോടായിരിക്കണം. 2, ഭർത്താക്കന്മാരെ നിങ്ങൾ എങ്ങനെ ഭാര്യമാരോടായിരിക്കണം. 3, മക്കളെ നിങ്ങൾ എങ്ങനെ അമ്മയപ്പന്മാരോടായിരിക്കണം. 4, പിതാക്കന്മാരെ നിങ്ങൾ എങ്ങനെ മക്കളോട് പെരുമാറണം. 5, ദാസന്മാരെ നിങ്ങൾ എങ്ങനെ യജമാനന്മാരോടായിരിക്കണം. 6, യജമാനന്മാരെ നിങ്ങൾ എങ്ങനെ ദാസന്മാരോടായിരിക്കണം. ഇതിൻ്റെ എല്ലാം ഒരു റോൾ മോഡൽ വന്നിട്ടുണ്ട്. അത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധമാണ്. ശ്രദ്ധിക്കണേ, ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ 6 ബന്ധങ്ങൾ. എന്നെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ എത്രയും ശാന്തമായിട്ട് പറയുന്നത് ഒരു കാര്യം കൊണ്ടാണ്. കാരണം നമ്മൾ ഈ ലാസ്റ്റിൽ എന്താ പറഞ്ഞതൊന്നും ഓർമ്മ വേണം. അതുകൊണ്ട് ഏറ്റവും ഞാൻ ഇതേ കാര്യം ഇച്ചിരി സ്പീഡിലൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊരു സന്തോഷമൊക്കെ തോന്നും, പക്ഷെ പിന്നെ ഓർക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് മനസ്സ് തുറന്ന് ചെവി തുറന്ന് എന്നെ കേൾക്കണം. ആരും ഉറങ്ങാതിരുന്ന് കേൾക്കണം. ഉറങ്ങരുത് ആരും, കേട്ടല്ലോ. ആരും ഉറങ്ങരുത്. എനിക്കും അതിലും ക്ഷീണമുണ്ട്. പണ്ടൊരു ഉപദേശി പറഞ്ഞു, എനിക്ക് വല്ലാത്ത ക്ഷീണം, ഞാൻ ഇരുന്നോട്ടൊന്ന് പ്രസംഗിച്ചോണ്ടെന്ന് ചോദിച്ചു. വിശ്വാസികൾ പറഞ്ഞു, സന്തോഷം, ഞങ്ങൾ കിടന്നുകൊണ്ട് കേട്ടോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇരുന്നുകൊണ്ട് ക്ഷീണം ഉണ്ടെങ്കിൽ ഇരുന്നുകൊണ്ട് പ്രസംഗിച്ചാൽ നിങ്ങൾ അതിലും ഉറങ്ങിപ്പോവും. അപ്പം ഞാനിങ്ങനെ പതുക്കെ പറയുന്നതുകൊണ്ട് ആരും ഉറങ്ങല്ലേ, എന്നെ ശ്രദ്ധിച്ചിരിക്കുക. 1, ഭാര്യ. ഞാൻ ഈ ഒരു വിഷയം പഠിച്ചിട്ട് ഒരു 1.5 മാസമായി. നേരത്തെ കുടുംബം പറയുന്നതായിട്ട് പ്രസംഗിക്കുന്നതാണ്, എന്നാലും കൂടുതൽ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ഇത് 1.5 മാസമായി. അതിനൊരു 1.5 മാസമായി കാരണമുണ്ട് പറയാം. ഭാര്യമാരെ നിങ്ങളെല്ലാവരും ആർക്ക് കീഴടങ്ങണം? ഭർത്താക്കന്മാർ കീഴടങ്ങണം. ഭർത്താക്കന്മാരെ നിങ്ങൾ ആരെ സ്നേഹിക്കണം? ഭാര്യമാരെ സ്നേഹിക്കണം. നമുക്ക് പരമാർത്ഥമായിട്ട് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഭൂമി നമുക്ക് സ്വന്തമെന്ന് പറയാൻ വേണ്ടി ഒറ്റയാളെ ഭൂമിയിലുള്ളൂ. ആരായിരിക്കും സ്വന്തം എന്ന് പറയാം? ഭർത്താവിന് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവ്. അപ്പം നമ്മൾ പറയും പിള്ളേരാണ്. പിള്ളേർ സ്വന്തമൊന്നുമല്ല. അതുകൊണ്ടാണ് ഈ പല ആൻറ്റിമാരും പറയും പിള്ളേരുടെ അച്ചായൻ പറയല്ലേ. പിള്ളേർ ഉണ്ടായതും പിള്ളേർ വരുന്നതിന് മുമ്പ് ആരുണ്ട്? അച്ഛനുണ്ട്. കുറേ കഴിയുമ്പോൾ ആര് പോവും? പിള്ളേർ പോവും. അന്നേരം ആര് കാണത്തുള്ളൂ? അച്ചായൻ. അതുകൊണ്ട് മേരി പിള്ളേരുടെ അച്ചായൻ എന്ന് പറയരുത്. അച്ചായൻ ഇഷ്ടം അച്ചായൻ. പിള്ളേർ വേറെ, അച്ചായൻ വേറെ. അപ്പം പിള്ളേരുടെ അച്ഛനാണോ? ആണ് ഉറപ്പായിട്ടും. എന്നാലും അതിനും വലിയൊരു ബന്ധം. കാരണം ഈ പിള്ളേർ സ്വന്തമാണെന്ന് പറയാനൊക്കെ ഒക്കത്തില്ല. പെണ്ണിനെ കല്യാണം, മോളുണ്ട്, മോളെ ആര് കെട്ടിക്കൊണ്ട് പോകും? കെട്ടിച്ചയക്കും. ചെറുക്കൻ കൊണ്ടുപോയി. പിന്നെ നമ്മളിവിടെ വരണോ വേണ്ട എന്ന് ആര് തീരുമാനിക്കും? ചെറുക്കൻ തീരുമാനിക്കും. എനിക്കറിയത്തില്ല മൈനാപ്പളുടെ കാര്യം. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കുറേ ദുരഭിമാനികളായ ചെറുപ്പക്കാരുണ്ട്. കെട്ടിച്ച് വിട്ട പെണ്ണിൻ്റെ വീട്ടിലോട്ട് അവളെ വിടാത്ത കുറേ അമ്മമാർ. നീ ഒറ്റ ദിവസം അങ്ങോട്ട് പോയേക്കരുത്. വിറയ്ക്കുക ഇതിനൊക്കെ. ഇവനെല്ലാം വിറയ്ക്കും. കാരണം ഇവൻ്റെയും പെണ്ണ് വളർന്നു വരുവേ. എന്നിട്ട് കെട്ടിച്ച് വിടുമ്പോൾ അവളുമാനം പറയും, നീ എൻ്റെ പഠിക്കുക വരല്ലേ, വേണേ കൊച്ചിനെ സ്കൂളിൽ ചെന്ന് കണ്ടോളാൻ. ആരെയാണ്? കൊച്ചുമോളെ. ഇതൊന്നും വരാതിരിക്കണമെങ്കിൽ അളക്കുന്ന അളവിൽ അളക്കപ്പെടും. അപ്പം പെണ്ണ് പിന്നെ ഇങ്ങോട്ട് വരണോ വേണ്ട എന്ന് ആര് തീരുമാനിക്കണം? അവൻ്റെ ചെറുക്കൻ തീരുമാനിക്കണം. പിന്നെ നമ്മുടെ ചെറുക്കൻ വരണോ വേണ്ട എന്ന് ആര് തീരുമാനിക്കും? ചേച്ചിമാർ തന്നെ പറ. ചെറുക്കൻ വേണോ വേണ്ട എന്ന് ആര് തീരുമാനിക്കണം? അവർ ചിരിക്കും. പെണ്ണ് തീരുമാനിക്കണം. വേണ്ടേ? അതും സത്യമല്ലേ? പെണ്ണ് തീരുമാനിക്കും. ഒരു നല്ല കൊച്ചൻ അവൻ അപ്പനെ കണ്ടിട്ട് കുറേ നാളായി. അപ്പോൾ എനിക്കൊരു സങ്കടം. അവൻ അപ്പൻ എന്നോടൊരു സങ്കടം പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞേട്ടാ നീ പോയി അപ്പനെ ഒന്ന് കണ്ടിട്ടൊക്കെ വളരെ മോശമല്ലേ ഒക്കെ. എന്നാൽ അവനോട് പറഞ്ഞു, അച്ഛാ പോകണമെന്നൊക്കെ ഉള്ള അച്ഛാ, നല്ല വിദ്യാഭ്യാസമൊക്കെയാണ്, പക്ഷെ വാട്ട് ടു ഡു പാസ്റ്റർ, മൈ ബോസ് ഡസൻറ്റ് അലോ ദാറ്റ്. ആരാ അവൻ്റെ ബോസ്? അവൻ്റെ ബോസ് ആരെന്നറിയാം? അവൻ്റെ അച്ഛാൻ. ഞാൻ അവനോടൊരു മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് ഇപ്പം നട്ടലെന്ന് പറഞ്ഞ സാധനമില്ല, വാഴനാരാണ് ഇരിക്കുന്നത്. ഒറ്റ ദിവസത്തേക്കിന് നട്ടല് വാഴനാര് മാറ്റിയിട്ട് നട്ടല് ഫിറ്റ് ചെയ്യുക, എന്നിട്ട് പോയി കാണുക. പിന്നെ ചത്താലും കുഴപ്പമില്ലടാ. നീ വാഴനാര് വെച്ച് ചത്താൽ നിൻ്റെ ബോഡി ഞങ്ങളിങ്ങനെ എടുത്തുകൊണ്ട് പളവളാന്ന് കിടക്കത്തില്ലേ. അപ്പോൾ ഒരു ദിവസം നട്ടലും വെച്ചുകൊണ്ട് പോയി കാണുക, എന്നിട്ട് പിന്നെ ചത്താലും കൊണ്ട് അന്തസ്സായിട്ട് കുഴിച്ചിടാമല്ലോ. എടുത്തുകൊണ്ട് പോകുമ്പോൾ ബോഡി വളഞ്ഞു പോത്തില്ലല്ലോ. അപ്പം ഒരു കാര്യം ഓർക്കുക. അപ്പം നമുക്ക് ഈ സ്വന്തം എന്ന് പറയാൻ ഭൂമിയിൽ ആരെയുള്ളൂ? ഭാര്യയ്ക്ക് ഭാര്യയും ഭർത്താവിന് ഭർത്താവ്. മനസ്സിലാക്കി തന്നൊരു സംഭവമുണ്ട്. കുറച്ച് നാക്കുകൊണ്ട് ഒരു മാസം കഷ്ടിച്ച് അല്ലെങ്കിൽ അതിനിടയ്ക്ക് ഞാൻ ഈ മംഗലാപുരത്തൊരു യോഗത്തിന് പോയി. ഞങ്ങളുടെ ഒരു കൺവെൻഷനാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ തിരുവല്ലയിൽ ചെന്നു. ഞാൻ അങ്ങനെ പറയുന്നത് ഞാൻ ചോദിച്ചാൽ
അതിൻ്റെ ഒരു സീരിയസ്നെസ് പറയുമ്പോൾ ഞാൻ തിരുവല്ലയിൽ എന്നെ കൊണ്ടുവിട്ട എൻ്റെ സഹോദരന്മാർ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ വേണേൽ പൊക്കോളാൻ പറഞ്ഞു, ഇനി അരമണിക്കൂർ കൊണ്ട് ട്രെയിൻ വരാൻ. അപ്പോൾ അവർ പറഞ്ഞു അച്ചാച്ച ഞങ്ങൾ പോകത്തില്ല. ഞാൻ ചോദിച്ചാൽ അതിൻ്റെ കാര്യം ചേച്ചി പറഞ്ഞു വിട്ടിട്ടുണ്ട്, അച്ചാച്ചനെ ട്രെയിനെ കയറ്റി ഇരുത്തിയിട്ടേ പോകാൻ പോകത്തുള്ളൂ. അപ്പോൾ എന്നോട് പാലിക്ക് എന്നോട് ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് അപ്പോൾ അവരെന്നെ കയറ്റി ഇരുത്തിയിട്ടൊക്കെയോ പോയി പെട്ടിയെല്ലാം എടുത്ത് വെച്ച് പാവം പിള്ള. അത് കഴിഞ്ഞ് മംഗലാപുരത്ത് ഇറങ്ങിയപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, എൻ്റെ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു വേണമെങ്കിൽ ആരെങ്കിലും പ്ലാറ്റ്ഫോമിലോട്ട് വരണോ. ഞാൻ ചോദിച്ചു എന്തിനാ? അല്ല പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വരാൻ. വേണ്ട, ഞാൻ എന്നുള്ള എൻ്റെ പൊന്ന് സഹോദരൻ നിങ്ങൾ പുറത്ത് നിന്നാണ്. അപ്പം ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് പിന്നെ അവിടോട്ട് വന്നപ്പോൾ ബ്രിഡ്ജ് കയറണം. ബ്രിഡ്ജിലോട്ട് നോക്കിയപ്പോൾ എസ്കലേറ്ററാണ്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഓടിപ്പോകുന്നത്. അവിടത്തേക്ക് കയറി ബ്രിഡ്ജിൽ കയറി എക്സിറ്റിൻ്റെ അവിടെ വന്നു പുറത്തോട്ട് ഇറങ്ങി. അവിടെ വന്നപ്പോൾ അതും ഇങ്ങനെ സ്റ്റീപ്പ് സ്റ്റെപ്പ് എസ്കലേറ്ററാണ്. അവിടോട്ട് ഇറങ്ങാൻ വേണ്ടി നമുക്ക് എപ്പോഴും ഒരു ഉൾഭയമുണ്ട്. ചാടി എസ്കലേറ്റർ കയറുമ്പോൾ ഇല്ലേ, എത്ര ബാലൻസ് എത്ര കയറിയെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ഒന്ന് ഒരുക്കി സൂക്ഷിച്ച് കയറട്ടെ. അപ്പോൾ ഞാനൊന്ന് ബാഗൊക്കെ ഒന്ന് ഒതുക്കി പിടിച്ച് കയറാൻ തുടങ്ങിയപ്പോൾ കണ്ട കാഴ്ച ഒരു 3 സ്റ്റെപ്പേന്ന് ഒരു അപ്പച്ചൻ 80 വയസ്സെങ്കിലും പ്രായം കാണും. തോളയിലൊരു തുണിസഞ്ചിയുണ്ട്, കാലങ്കടയുണ്ട്. ഈ അപ്പച്ചൻ തിരിച്ചു കയറുക. ഈ താഴോട്ട് പോകുന്ന സ്റ്റെപ്പിൽ ഈ അപ്പച്ചൻ വലിയ ഇതെല്ലാം പിടിച്ചുകൊണ്ട് തിരിച്ചു കയറുക. താഴോട്ട് പോയാൽ തന്നെ പാടാം, പിന്നെ തിരിച്ചു കയറി അങ്ങനെ ചെയ്യും. എനിക്കങ്ങ് സങ്കടമായി. ഞാൻ എങ്ങനെ ഈ അപ്പച്ചനെ പിടിച്ച് മേടിൽ കയറ്റി വെച്ചു. അപ്പച്ചൻ എന്ത് പറ്റി അപ്പച്ചൻ? അപ്പച്ചൻ പറഞ്ഞു മോനെ ഇറങ്ങിയതാ, പേടിയായിപ്പോയി, അതിന് പിടിച്ചു പാവം തമ്പുരാൻ. എനിക്കൊക്കെ സങ്കടം വന്നു. നല്ലൊരു അപ്പച്ചൻ. ഞാൻ ഈ അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് പാണ്ട് ഒരു തുണി സഞ്ചിയുണ്ട്, അത് നിറച്ച് സാധനം അതെല്ലാം മേടിച്ചിട്ട് ഒരു കുട മേടിച്ചു, പിന്നെ അതിൻ്റെ പ്ലാസ്റ്റിക് കൊടുത്ത് എല്ലാം മേടിച്ചു. എൻ്റെ കയ്യിൽ സാധനമാണ്. അതിന് പറഞ്ഞ അപ്പച്ചൻ്റെ കാര്യം ആ മുണ്ടൊക്കെ ഒന്ന് മടക്കി കുത്തി. എന്നിട്ട് അപ്പച്ചൻ ഈ സ്റ്റെപ്പ് വരുമ്പോൾ അവത്തിലോട്ടം കയറി നിൽക്കുക. എന്നിട്ട് ഈ സൈഡിലൊന്ന് പിടിച്ചാൽ മതി. ചുമ്മാ താഴെ ചെല്ലുമ്പോൾ കാല് പൊക്കി വെച്ച് ഇറങ്ങിപ്പോൾ ഞാൻ ഇതുമായിട്ട് പുറകെയാണെന്നൊക്കെ ഓക്കെ. അപ്പച്ചനെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പച്ചൻ മുണ്ടൊക്കെ മടക്കി കുത്തി കയറി അങ്ങോട്ട് നിന്നു. 2 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട കാഴ്ച അപ്പച്ചൻ ഈ സ്റ്റെപ്പിലെല്ലാം ഇരുന്നു. എൻ്റെ പൊന്നെ നിന്ന് വന്നാൽ താഴെ വന്ന് ഇടപാട് പറ്റും, ഇരുന്ന് താഴെ വന്നാൽ എന്താ പറ്റും? ഇത് താഴെ വരുമ്പോൾ പുറമോട്ട് വല്ലാതായി പോകത്തില്ല. അപ്പം ഞാൻ അവിടെ കിടന്നുകൊണ്ട് അലച്ചു. അയ്യോ, നമ്മൾ ഈ മലയാളിക്കൊരു പ്രശ്നമുണ്ട്. ഒന്നാമത് നമ്മൾ ഈ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. നമുക്ക് ഇംഗ്ലീഷൊന്നും വരത്തില്ല. വരണമെങ്കിൽ നമ്മളിങ്ങനെ ആലോചിച്ച് ഐ ആം കമ്മിങ് ഫ്രം റാന്നി tonight, this is indeed my joy and privilege to stand before you എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ ആലോചിക്കണം. അപ്പം ഞാൻ അലച്ച് താണ്ട് വരുന്നുണ്ട്, പിടിച്ചോന്ന് അലച്ച്. ഏതായാലും കന്നഡക്കാർക്ക് മനസ്സിലായി ആരല്ല വന്ന് താഴെ ഓടി വന്ന് ഈ അപ്പച്ചനെ പിടിച്ച് പൊക്കിയെടുക്കുന്നത്. ഞാൻ ഇതെല്ലാം ആയിട്ട് താഴെച്ച് ഞാൻ അപ്പച്ചനോട് പറഞ്ഞു അപ്പച്ചൻ എവിടെ പോവാ? അപ്പച്ചൻ പറഞ്ഞു ക്യാൻസർ ഹോസ്പിറ്റലിൽ പോവും. ഞാൻ അപ്പച്ചൻ ആരെയില്ല പിച്ച കൂടെ എന്ന് പറഞ്ഞ് മക്കളെ 3 മക്കളുണ്ട്, എന്തോ ചെയ്യാനാണ്, അവർക്കൊക്കെ തിരക്കാ മക്കളെ. പക്ഷെ ഒറ്റ കുറ്റം പറഞ്ഞില്ല, അത്ര മാന്യൻ. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ഈ കെട്ടെല്ലാം മേടിച്ചിട്ട് എന്തോ ആയിരിക്കും എന്നോട് താല്പര്യം കൊണ്ടുവരും അടിക്കും. എൻ്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് വിരുമ്പിയിട്ട് അയാൾ പറഞ്ഞു. എന്നിട്ട് വിഴുങ്ങി, എന്ത് ചെയ്യാനാ മോനെ, കൂടെ വരാൻ ഒരുത്തി ഉണ്ടായിരുന്നു, 3 വർഷം മുമ്പ് അങ്ങ് പോയത് കൊണ്ടാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നാണേലും ഈ കൂടെ വരാൻ എപ്പോഴും ആരെ കാണത്തുള്ളൂ? ഈ ഒരുത്തിയെ കാണത്തുള്ളൂ. സത്യല്ലേ? കൂടെ വരാൻ എപ്പോഴും ഇവളെ കാണത്തുള്ളൂ. പരമാർത്ഥമാണോ തെറ്റാണോ? ഈ പറയുന്ന നാത്തൂനും കാണത്തില്ല, പെങ്ങളും കാണത്തില്ല, അളിയനും കാണത്തില്ല. ആര് കാണും? ഈ ചില നാത്തുമാരെയും പെങ്ങന്മാരെയും കാണുമ്പോഴത്തേനും നമ്മൾ ഈ സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന പോലെ അന്നേരം ഇവരുമാരെ അങ്ങ് മറന്നു. പക്ഷെ ഓർത്തോണേ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഐസിയുവിൻ്റെ വാതൊക്കെ വരും. അയച്ചാനെ ഐസിയു കയറ്റി അറ്റാക്കാന്ന് വെക്കുക. സാധാരണ മനുഷ്യനല്ലേ ഐസി പലപ്പോഴും കളിലുണ്ട്. അപ്പം കുറേ കഴിയുമ്പോൾ ഡോക്ടർ എല്ലാം വന്ന് സെറ്റിലായി എന്നൊക്കെ പറയുമ്പോൾ ബൈസ്റ്റാൻഡർ റൂം ചോദിക്കും. അപ്പോൾ പിള്ളേർ പറയും റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയും നിങ്ങൾക്ക് റൂമിൽ പോയിരുന്നു, വെറുതെ ഇവിടെ എന്ത് ചെയ്യേണ്ട, ഇരിക്കേണ്ട. പിള്ളേരെല്ലാം എവിടെ പോകും? റൂമിൽ പോകും. ആ ഐസിയുവിൻ്റെ ചാര് പഞ്ചായൽ രാത്രി കുത്തിപ്പിടിച്ചിരിക്കാൻ ഒറ്റയാളെ കാണത്തുള്ളൂ. ആര്? ഭാര്യ. അവളെ എഴുന്നേപ്പിച്ച് റൂമിൽ കൊണ്ടുപോകാം, പോകത്തില്ല. ഓരോ കഥകൾ തുറക്കുമ്പോഴും ചോദിക്കും, സിസ്റ്ററെ എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കണമെങ്കിൽ ഈ സ്വന്തത്തിനല്ലേ ഒക്കത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് 1 കൊരിന്ത്യർ 7 ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവ് ഉണ്ടാകട്ടെ. അപ്പം ഭാര്യയോട് പറയുന്നു, ഭാര്യ നിനക്ക് സ്വന്തം എന്ന് പറയുന്ന ഈ ലോകത്തും ഭർത്താവേ ഉള്ളൂ. അതുകൊണ്ട് ഭർത്താവിന് എന്ത് ചെയ്യണം? കീഴ്പ്പെട്ടിരിക്കണം. അതിനും കാരണമാണ് കർത്താവ് ഈ ഓർഡർ വെച്ചേക്കുന്നത്. അങ്ങനെയാണ്. നമുക്കറിയാം യോസഫ് മറിയം ദമ്പതികൾ. അപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ട് രാജാവ് കൊല്ലാൻ ഭാവിക്കുന്നു. പൊക്കൂന്ന് ഭൂതം വന്ന് ഓർഡർ കൊടുത്തത് മറിയത്തോടാണോ യോസഫിനോടാണോ? യോസഫിനോടാണ്. തിരിച്ച് എല്ലാം കഴിഞ്ഞു തിരിച്ചു പൊക്കൂ എന്ന് പറയുന്നതും ആരോടാണ്? യോസഫ്. സത്യത്തിൽ യോസഫിൻ്റെ അല്ല കുഞ്ഞ്, പരിശുദ്ധാത്മാവിനാ ഗർഭവതിയായത്. എന്നിട്ടും ദൈവം ഓർഡർ അംഗീകരിക്കുകയാണ്.
ആ ഓർഡർ അംഗീകരിക്കുമ്പോൾ വചനം പറയുന്നു, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിക്കണം. എങ്ങനെ? സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ. 2, ഭർത്താക്കന്മാരോട് പറയുന്നു, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ എന്ത് ചെയ്യണം? ഇങ്ങനെ സ്നേഹിക്കണം എന്നാണ് പറയുന്നത്. കാരണം ഈ മനുഷ്യനൊരു കൊച്ചായുസാണ് ഈ ഭൂമി തന്നിരിക്കുന്നത്. കൊച്ചായുസാണ്. കൊച്ചായുസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ദിവസമുണ്ട് ഈ ഭൂമി? 70 ഏറെയായ 80. പേടിക്കണ്ട, 70 ഏറെയായ 80. അതിന് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവരല്ല, കുറേ ആരോഗ്യം കൂടെ മേടിച്ചിട്ട് എങ്ങോട്ട് പോകാവും? മുമ്പോട്ട് പോകാവും. സത്യമല്ലേ? അല്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാവർക്കും എന്താകും? ഭാരമായിട്ട് കിടക്കും. അപ്പം പിന്നെ നമ്മൾ പോകാൻ വേണ്ടി അവർ ഉപസിക്കും. അതൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ അഡ്വാൻസ് ആരോഗ്യം മേടിക്കണം. ആരോഗ്യം മേടിച്ചിട്ടേ IC ഒഴിക്കാവും. സത്യമല്ലേ? അപ്പം പോട്ടെ, 80 വരെ. 80 ആണെങ്കിൽ എത്ര ദിവസമുണ്ട്? 80 × 365 29,200 ദിവസമുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം കണ്ടിട്ടറിയാം 50 കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് എത്ര ദിവസം ഉണ്ടെന്ന് ഓർക്കണം. നിങ്ങൾക്ക് ഇനി 30 വർഷം ഉണ്ടെങ്കിൽ 3 9 3 6 18 10,000 ദിവസമുണ്ട്. പക്ഷെ അത്രയും ദിവസം നിങ്ങളും ഭർത്താവും കൂടെ ഒന്നിച്ച് കാണത്തില്ല. കാരണം നിങ്ങളുടെ ഭർത്താവിന് 5 വയസ്സ് മൂത്താണ്. ഓർഡർ പ്രായം അനുസരിച്ചാണ് വിളി വരുന്നതെങ്കിൽ നിങ്ങൾക്ക് 75 ആകുമ്പോഴേ അച്ഛനെ കൊണ്ടുപോകും. അപ്പം പിന്നെ ഇനി എത്ര ദിവസം ഉണ്ട് ഒന്നിച്ച്? കഷ്ടിച്ചൊരു 7,000 ദിവസമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആരും പിണങ്ങരുത്. ദൈവം നമുക്ക് സ്വന്തം തന്നതിനെ കുറച്ചുകൂടി ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. കാരണം ജീവിതത്തിൽ സ്വന്തമെന്ന് പറയാൻ കർത്താവ് തന്ന ഈ ജീവിത പങ്കാളിയെ ഓർത്ത് എന്നും ദൈവത്തിന് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയണം. സ്തോത്രം ചെയ്യാനായിട്ട് കഴിയണം. വിവാഹം കഴിഞ്ഞ എല്ലാവരും, ഭാര്യമാരെ ഭർത്താക്കന്മാരെ ജീവനോടുള്ളവർ ഇല്ലെങ്കിൽ ഒന്ന് ഓർക്കും നല്ലതാണ്. ഒരു നിമിഷം തമ്പുരാൻ സ്വന്തമെന്ന് തന്ന സ്വന്തമായിട്ടുള്ള, അത് നിങ്ങൾ ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, യാക്കോബക്കാരനാകട്ടെ, പെന്തക്കോസ്തുകാരനാകട്ടെ, ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്ന നാസ്തികനാകട്ടെ, എന്തു ആയിക്കോട്ടെ, സ്വന്തം ഭാര്യ സ്വന്തമല്ലേ? അങ്ങനെയാണെങ്കിൽ കർത്താവെ, എനിക്ക് സ്വന്തമെന്ന് ഈ ഭൂമി തന്ന ഈ പങ്കാളിക്കായി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുവെന്ന് പറയാൻ കഴിയുന്നത് കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സ്വന്തം ഭാര്യ, പിന്നെ സ്വന്തം ഭർത്താവ്. അതുകൊണ്ട് ഭർത്താക്കന്മാരോട് പറയുന്നു, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. എനിക്ക് ഭാര്യമാരുടെ 2 കൂട്ടരുടെയും പക്ഷം, എങ്കിലും ഭാര്യമാരുടെ പക്ഷത്തൊക്കെ നിന്നുകൊണ്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ അസുഖമൊക്കെ വന്നാൽ ഇതുങ്ങൾ ഇങ്ങനെ കൊണ്ടു നടക്കും 1, 2, 3 മാസമൊക്കെ. അവസാനം പറയാറുണ്ട്, സൂചിക്കെടുക്കേണ്ടത് തൂമ്പായിക്കെടുക്കും. എന്നിട്ട് ഇതെല്ലാം മറന്ന് കൊണ്ടു നടന്ന് ഒറ്റയാളെ ഓർത്ത വീടിനെയും വീട്ടുകാരെയും പിള്ളേരെയും ഒക്കെ ഓർത്തല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. എങ്ങനെ? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. ക്രിസ്തു സഭയെ സ്നേഹിച്ചത്. അപ്പോൾ തന്നെ ഈ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിനകത്ത് ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ ഒരു പരിധി വരെ ബലമെന്ന് പറയുന്നത് ജീവിത പങ്കാളിയെ പരമാർത്ഥ. 2010 എൻ്റെ അമ്മ മരിച്ചു, 17 അപ്പ മരിച്ചു. നമ്മൾ ഈ കൊച്ചു ജീവിതത്തെ ഇങ്ങനെ നോക്കി കണ്ടപ്പം മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, അപ്പയമ്മയും കൂടെ വഴക്കുണ്ടാക്കുമായിരുന്നു. അത് പാർശ്വം ഭാര്യയൊക്കെ അന്നേരം വഴക്കുണ്ടാക്കുമായിരുന്നു. ഭൂരിപക്ഷം വഴക്ക് ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഒറ്റ കാര്യത്തിലാണ്. അപ്പ ഭയങ്കര വൃത്തിക്കാരനായിരുന്നു. രാവിലെ കുളിക്കും, വൈകിട്ട് കുളിക്കും. എൻ്റെ അമ്മയെ കുളിപ്പിക്കണ വലിയ പാടായിരുന്നു. അമ്മയ്ക്ക് കുളിക്കാതെ ഞാൻ അപ്പോൾ കുളിക്കാതെ കിടക്കുമ്പോൾ അപ്പ വഴക്കണ്ട, കുളിച്ചില്ല എൻ്റെ മുറി കിടക്കരുത്, ഇറങ്ങി പൊക്കോളാം പറയും. അമ്മ ഇറങ്ങി വിടും. അപ്പം രാത്രി എഴുന്നേൽക്കുമ്പോൾ അമ്മ ചാടി അകത്ത് കയറും. ഇത് സ്ഥിരം ഡ്രാമ. അമ്മ കുളിക്കത്ത് പറഞ്ഞാൽ ഇവിടെ അമ്മയെ കുളിക്കും, എനിക്ക് തണുക്കുന്ന മനുഷ്യനെ കളിക്കുന്നു. അമ്മയ്ക്ക് ആരോഗ്യമില്ലായിരുന്നു, ഡയബറ്റിക്കൊക്കെ, കുളിക്കാൻ പാടില്ല. അപ്പോൾ 2010 അമ്മ മരിച്ചു കഴിഞ്ഞപ്പം ഈ ഇറക്കി വിട്ട അപ്പയ്ക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായിരുന്നു. പിന്നെ പപ്പ പറയും, പിള്ളേരെങ്കിലും എൻ്റെ കൂടെ കിടക്കും. ഈ പിള്ളേരാണെങ്കിൽ കുളിച്ചിട്ട് വൈകിട്ട് കളിച്ചിട്ട് വേർത്ത് കുളിച്ചതിനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ ഒരു മടിയില്ല. എന്നാ കാര്യം? അമ്മ പോയപ്പം പേടിയായിപ്പോയി. അപ്പോൾ സത്യമല്ലേ, ഈ സ്വന്തം എന്നുള്ളപ്പോഴുള്ള മൂച്ചല്ലേ ഉള്ളൂ. ഇതെല്ലാം പോയി കഴിഞ്ഞാൽ വലിയ പാടല്ലേ. അപ്പം ഇത് അവകാശമാണ്. ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്കും, ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭർത്താവിന്. സംഗീതം പറയുന്നു, നീതിമാന്റെ അവകാശത്തിന്മേൽ എന്തിരിക്കത്തില്ല, ദുഷ്ടൻ്റെ ചെങ്കോലിരിക്കത്തില്ല. അങ്ങനെയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഞാനും ഒരു ഭർത്താവാണ്, മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. നമ്മുടെ ഭാര്യമാരുടെ ശരീരക്ഷീണങ്ങൾ അറിഞ്ഞ് അവരുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നീതിമാന്റെ അവകാശത്തിന്മേൽ
ദുഷ്ടൻ്റെ ചെങ്കോലിരിക്കത്തില്ല. സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ ക്ഷീണിപ്പിക്കുന്ന രോഗബന്ധനങ്ങളുടെ മേൽ നിങ്ങൾക്ക് ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ശരീരത്തിൽ പ്രയാസമുണ്ട്, എൻ്റെ ഭർത്താവിന് ശരീരത്തിൽ പ്രയാസം, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഈ പന്തലിനകത്ത് നിങ്ങളുടെ പങ്കാളികൾക്ക് ജീവിത സൗഖ്യം ഉണ്ടാകും, രോഗസൗഖ്യം ഉണ്ടാകും. അങ്ങനെ എൻ്റെ പങ്കാളിക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇതിൻ്റെ ഈ കേൾക്കുമ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർ കരമുയർത്തി ഈ നിമിഷം പരസ്യസ്ഥലത്തിരുന്നു കൊണ്ട് തമ്പുരാൻ നിങ്ങൾക്ക് തന്ന ജീവിത പങ്കാളികളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്. നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നത് വീട്ടിൽ ഇരുന്നു കൊണ്ടാണെങ്കിൽ ഈ ശബ്ദം കുറേ കേൾക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ദൂരത്തുനിന്ന് ഈ ശബ്ദം കേട്ടായിരുന്നു. ഞാൻ വളരെ ശാന്തമായിട്ട് പറയുന്നു, നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നാണെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി അടുത്തുണ്ടെങ്കിൽ ആ അച്ഛനെ ഒന്ന് അനുഗ്രഹിച്ച്, അമ്മയൊന്ന് അനുഗ്രഹിച്ച്. ഞാൻ നിങ്ങളുടെ ജാതി ചോദിച്ചില്ല, ഞാൻ നിങ്ങളുടെ മതം ചോദിച്ചില്ല, ഞാൻ നിങ്ങളുടെ സഭ ചോദിച്ചില്ല. ഞാൻ അതിനെല്ലാം അതീതമായ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെയാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കണമെന്നുള്ളവർ കരമുയർത്തി അവരുടെ പേര് പറഞ്ഞ് ദൈവം തന്ന സ്വന്തമായ പങ്കാളിയെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കരം ഉയർന്നിരിക്കട്ടെ. എന്നിട്ട് പേര് പറഞ്ഞ്, അങ്ങനെയുള്ളവരെല്ലാം പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ പങ്കാളിയുടെ പേര് പറഞ്ഞ്, കർത്താവെ, എനിക്ക് തമ്പുരാൻ സ്വന്തമെന്ന് തന്ന എൻ്റെ ജീവിത പങ്കാളി ഡയബറ്റിക്കിനാൽ ഭാരപ്പെടുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവിടെ വലിയൊരു നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടൻ്റെ ചെങ്കോലിരിക്കത്തില്ല. അവനെ അലട്ടുന്ന രോഗബന്ധനങ്ങളുടെ ശക്തികൾ ഇന്ന് രാത്രി കർത്താവ് മുഖങ്ങളെ ഒട്ടിച്ചു കളയും. അതിൻ്റെ ആത്മാവിൻ്റെ ബോധ്യമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു വിഷയത്തിന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കും. യേശുവിൻ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ച്, പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച്, രോഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച്, പ്രശ്നങ്ങൾ പറഞ്ഞ്, നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ കടത്തിലാണെങ്കിൽ, ബിസിനസ് തകർച്ചയിലാണെങ്കിൽ, ജോലിയും ബുദ്ധിമുട്ടാണെങ്കിൽ ഇന്ന് രാത്രി ചില ചെങ്കോലുകളെ ഒടിച്ചു കളയുന്ന ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. അത് ഈ പന്തലിന് മാത്രമല്ല, സുവിശേഷം എവിടെല്ലാം ഞങ്ങൾ പ്രസംഗിക്കുന്നത് സുവിശേഷമാണ്, സദ്വർത്തമാനമാണ്. ഇന്ന് രാത്രി ദേശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീടിനകത്ത് രോഗത്തിൻ്റെ ശക്തികൾ, നിങ്ങളുടെ പങ്കാളികൾ, നിങ്ങളൊന്ന് വിശ്വസിച്ച തൻ്റെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ, അടുത്തുണ്ടെങ്കിൽ, അപ്പോൾ കർത്താവ് ഈ ദൈവദാസൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ഒന്ന് കൈവച്ച് നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ച്, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, ഒരു ചമ്മലില്ലാതെ പ്രാർത്ഥിച്ച്, കർത്താവെ ഒന്ന് വിടുവിക്കണേന്ന് പേര് പറഞ്ഞ്, ഇവിടെ ഇരിക്കുന്നവർ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. വീട്ടിൽ ഇരുന്ന് കേൾക്കുന്നവർ ശബ്ദം ഉയർത്തി തങ്ങളുടെ ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇപ്പോൾ അവിടെ രോഗക്കിടക്കയെ മാറ്റും, അവിടെ ബന്ധനങ്ങളെ അഴിക്കും. നിങ്ങളുടെ വീടിനകത്ത് രോഗസൗഖ്യങ്ങളെ കർത്താവ് അയക്കും യേശുവിൻ്റെ നാമത്തിൽ. കാരണം ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. എൻ്റെ അവകാശമായ എൻ്റെ ജീവിത പങ്കാളിയെ ബലഹീനമാക്കുന്ന ദുഷ്ട ആധിപത്യങ്ങൾ, ചെങ്കോലുകൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, എനിക്ക് സ്വന്തം തന്നതിനെ കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു. ആയുസ് നിന്റെ ഭണ്ഡാരത്തിലാണ്, എന്നാലും നമുക്ക് ചോദിക്കാൻ അവകാശമില്ലേ? കർത്താവേ, അവരുടെ ആരോഗ്യത്തെ കെടുത്തുന്ന ദുഷ്ടപോരുകളെ അഴിച്ചു മാറ്റണമേ. കർത്താവേ, എൻ്റെ പങ്കാളിയെ അനുഗ്രഹിക്കണമേ. ഒരു നിമിഷം സ്വന്തമൊന്നും തരാൻ എവിടെങ്കിലും പിണക്കുകളുണ്ടെങ്കിൽ മാറട്ടെ, വഴക്കുകൾ മാറട്ടെ, പിണക്കങ്ങളും കലവലുകളും കലശപിശകളും എല്ലാം മാറട്ടെ. സ്വന്തമെന്ന് പറയാൻ ഇതല്ലേ ഉള്ളു ഭൂമിയിൽ. അതുകൊണ്ട് അതെല്ലാം ബാക്കിയെല്ലാം വിട്ടുകളഞ്ഞിട്ട് ഈ നിമിഷം കർത്താവ് തന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്ത് ഒരു നിമിഷം എല്ലാവരും അതിനം തുറന്ന് സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പങ്കാളികൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥന ഉയരട്ടെ. ആ പ്രാർത്ഥനയുടെ ശബ്ദം ഇതിനകത്ത് ഉയരുമ്പോൾ, അല്ല ഈ ദേശത്ത് ഇങ്ങനെ ഉയരുമ്പോൾ അതിൻ്റെ ആത്മാവിൻ്റെ ബോധ്യമാണ്. കുറേ പേരെങ്കിലും ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കും. ഈ ദേശത്ത് ഇങ്ങനെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ഇപ്പോൾ ഒരുമിച്ച് ഉയരുമ്പോൾ കുടുംബങ്ങളിലേക്ക് ദൈവിക രോഗസൗഖ്യങ്ങൾ, വിടുതലുകൾ കർത്താവ് ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിച്ച് സ്വീകരിച്ചാൽ കർത്താവ് അത് അയച്ചുകൊണ്ടിരിക്കും. കാരണം സുവിശേഷത്തോട് പ്രതികരിക്കണം. സുവിശേഷത്തോട് പ്രതികരിച്ചാൽ, സുവിശേഷത്തെ വിശ്വസിച്ച് സ്വീകരിച്ചാൽ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അതിന് നമുക്ക് റോളുണ്ട്. നമ്മളതിനെ ഇങ്ങനെ വിശ്വാസത്താൽ സ്വീകരിക്കുമ്പോൾ കർത്താവ് പച്ചൻ അത്ഭുതം ചെയ്യും. കർത്താവിന്റെ വചനം അങ്ങനെയാ പറയുന്നത്. തൻ്റെ ബാന്ധയെ കർത്താവ് പോറ്റിപ്പുലർത്തും ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം എന്താണ്? മറ്റൊരു അവകാശം. സങ്കീർത്തനം 127 പറയുന്നു, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം. ഇനി നമ്മൾ കോപ്പറേറ്റീവായിട്ട് ചെയ്യേണ്ട കാര്യം, നമുക്ക് തമ്പുരാൻ തന്ന അവകാശങ്ങളാണ് ഈ കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങളെ ഇന്ന് ദുഷ്ടം കൊണ്ടുപോവുകയാണ്. മദ്യം കൊണ്ടുപോകുന്നു, മയക്കുമരുന്ന് കൊണ്ടുപോകുന്നു. എനിക്ക് വല്ലാത്ത പേടി പോകുന്നുണ്ട് പ്രിയരെ. എനിക്ക് 5 മക്കളുള്ളവനാണ് ഞാൻ. വന്നൊരു ലോകമല്ല ഇന്നത്തെ ലോകം. കഴിഞ്ഞ ദിവസം ഞാനൊരു പെങ്കൊച്ചിനോട് സംസാരിക്കുകയാണ്. നല്ല കൊച്ച്, നല്ലൊരു കുഞ്ഞ്, സുന്ദരി കൊച്ച്. അപ്പോൾ ഞാൻ യൂത്തിൻ്റെ ഇടയിൽ എപ്പോഴും, അപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ കണ്ട വർത്താനം പറയും. അപ്പോൾ എനിക്ക് കുഞ്ഞിനോട് സംസാരിക്കാൻ എൻ്റെ പൊന്നുമക്കളെ കുറേ കാര്യമൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. എനിക്ക് പറയാനുള്ളതെല്ലാം നമ്മൾ വന്നൊരു കാലഘട്ടം. മക്കളെ പ്രേമിക്കരുത്, നിനക്ക് നല്ലൊരു കുടുംബമൊക്കെ കർത്താവ് തരും, അതുവരെ പ്രേമിക്കരുത്. ഇതെല്ലാം പറഞ്ഞ് കൊച്ചെല്ലാം ശ്രദ്ധിച്ച് കേട്ടു. ഞാൻ പറഞ്ഞൊരു തീരുമാനം എടുത്ത്
പ്രേമിക്കത്തില്ല, കർത്താവ് തരുന്നതിനെ സ്വീകരിച്ചോളാം. അപ്പോൾ ഈ കൊച്ചെന്നെ അങ്കിൾ നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ ചോദിച്ചു അതന്നെ പ്രേമം ഔട്ട് ഓഫ് ഫാഷനാണ്. ഞാൻ ചോദിച്ചു പിന്നെന്താ ഫാഷൻ? അതൊക്കെ പോയി +2 പഠിക്കുകയാണ്. ഇപ്പം ബ്രാൻഡ് സിഗരറ്റ് വലിക്കുന്നതാണ് ഞങ്ങളുടെ ഇടയിൽ ഫാഷൻ. പെമ്പിള്ളാട് കാര്യം പറഞ്ഞു, ബ്രാൻഡ് സിഗരറ്റ് വലിക്കുന്നതാണ് ഫാഷൻ എന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങോട്ട് ലഹരിയുടെ ഉപയോഗം പോവുകയാണ്. എന്താ ഈ സ്ത്രീ പീഡനങ്ങളൊക്കെ വർദ്ധിക്കാൻ കാര്യം? 2 കാര്യങ്ങളാണ്. ഒന്ന് അമിതമായ ലഹരി, 2 അമിതമായ മ്ലേച്ഛതകൾ കാണുന്നത്. ഇത് ഏതാ? പോണോഗ്രാഫി, നഗ്നചിത്രങ്ങൾ ഇഷ്ടം പോലെ വീഡിയോക്കകത്തുണ്ട്. ഇത് 2ഉം കൂടെ കണ്ടിട്ടും അവനെ ഇപ്പം ഈ സംഭവിച്ചത് മ്ലേച്ഛത പിടിച്ച് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരു സമൂഹം. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളൊക്കെ ഇത് കയ്യിൽ കിട്ടി എന്തോ ചെയ്യും? കൈ കിട്ടിയ ഞാൻ അടുത്തിടയ്ക്ക് അറിഞ്ഞു, കഞ്ചാവ അലുവയ്ക്കകത്ത് രൂപത്തിൽ വരുന്നു. അലുവ പോലെ കഞ്ചാവ് വരുന്നു. സിഗരറ്റിൻ്റെ അകത്തെ കുത്തിക്കളഞ്ഞിട്ട് അതിനകത്ത് കഞ്ചാവ് നിറച്ചിട്ട് ഒരു വട്ടം നിർബന്ധിച്ച് വലിപ്പിച്ച 2-3 വട്ടം കഴിയുമ്പോൾ ഇതിൻ്റെ പിന്നാലെ പോകും. ഇതൊക്കെ പരമാർത്ഥമായ കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഈ ദേശത്തെ നമ്മുടെ തലമുറകളെ ഇവിടെ നിന്നല്ല എല്ലായിടത്തും ലഹരിക്ക് അടിമയാക്കി നശിപ്പിക്കുന്ന ഒരു ദുഷ്ടപ്പോരുണ്ട്. മാതാപിതാക്കളെ കർത്താവ് ഇങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരഞ്ഞു. എന്നിട്ട് കർത്താവ് പറഞ്ഞു ഒരു കാലം വരുന്നു, മക്കളില്ലാത്തവർ ഭാഗ്യവതി എന്ന് പറയുന്ന ഒരു കാലം വരുന്നു. ഞാൻ പറയും വരുന്നു എന്നല്ല, പിന്നെ എന്തോ ചെയ്തു? വന്നു. മക്കളുള്ള ഒരു അമ്മ തൻ്റെ കുഞ്ഞ് ആരുടെ കൂടെ ഇറങ്ങിപ്പോയി അർദ്ധരാത്രി എവിടെയാണെന്നറിയില്ല, അമ്പൂറ്റി പെങ്കൊച്ച് വെളുപ്പിന് 3 മണിക്ക് കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിൾ ചെന്നിട്ട് കാര്യം ചെയ്യണം, അമ്മേനോട് പറയണം ഞാൻ ചത്തിട്ടില്ല, എൻ്റെ കല്യാണം കഴിഞ്ഞ് ഇന്നാരുടെ കൂടെ. ഞാൻ ചെന്ന് അമ്മയെടുത്ത് എന്നപ്പം പറഞ്ഞപ്പോൾ ഉറങ്ങാതിരിക്കുന്ന അമ്മ ഇത് കേട്ടിട്ട് എൻ്റെ കണ്ണിന് കണ്ടാണ് ഭിത്തിക്കിട്ടിരിക്കുന്ന തലയിട്ട്. എത്ര പേര് പിടിച്ചിട്ട് നിൽക്കുന്നില്ല. അമ്മ പറയുന്നൊരു വാക്കുണ്ട്, ഇടിഞ്ഞ് വീണിട്ട് ഇതെല്ലാം കൂടെ എൻ്റെ തലയിലോട്ട് ഇടിഞ്ഞ് വീഴും, ഭിത്തിയിട്ടി കുലുങ്ങുകയാണ്. അത്ര ഇടി. എൻ്റെ പൊന്നെ, പെട്ടെന്ന് എൻ്റെ മനസ്സിനകത്തൊരു വചനം പറഞ്ഞു. കർത്താവ് പറഞ്ഞു, അന്ന് മലകളെ ഞങ്ങളുടെ മേ വന്ന് വീഴുവീൻ എന്ന് പറയുന്നൊരു ദിവസം വരും. അതുകൊണ്ട് ഈ മക്കളെന്ന അവകാശത്തിന്മേൽ ലഹരി കൊണ്ടുപോകുന്ന ആധിപത്യങ്ങൾ, ഇതിനെതിരെ എന്തോ ചെയ്യണം? ഒരു വലിയ പ്രതിരോധ വലയം തീർക്കണം. എന്ത് പ്രതിരോധ വലയം? പ്രാർത്ഥനയുടെ ഒരു പ്രതിരോധ വലയം. അതല്ലാതെ വേറെ ഒരു വഴിയില്ല. ഒരു വഴി എല്ലാ അഹന്തകളും വിട്ട് എല്ലാ ചിലരൊക്കെ ഒരു കാര്യം പറയാറുണ്ട്, വേറൊരു കുഞ്ഞു പോകും പറയും, പിന്നെ വളർത്തു ദോഷം കൊണ്ടാ പോയത്. എൻ്റെ പൊന്നെ ഇങ്ങനൊന്നും പറയരുതേ. മുണ്ടൊന്നും മടക്കി കുത്താത്ത, ഒച്ചയ്ക്കൊന്നും വർത്താനം പറയാത്ത എത്ര പാവങ്ങളുടെ മക്കളാ പോയത് വളർത്താൻ. ആരെങ്കിലും ദോഷത്തിലാണോ വളർത്തുന്നത്? അല്ല. പിന്നെ ചെല്ലം നല്ലപോലെ വളർത്തിയോണ്ടാണോ നിൽക്കുന്നത്? അല്ല. തമ്പുരാന്റെ കൃപയാണ്. ഇനിയും തീർക്കാനൊരു പ്രതിരോധമുണ്ട്. അത് കണ്ണീര് കൊണ്ടൊരു മലയാണ്, ഒരു മതിലാണ്. ഇന്ന് രാത്രി കണ്ണീര് കൊണ്ട് തൻ്റെ അവകാശങ്ങൾക്കൊരു മതിൽ തീർക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെയും ഭവനങ്ങളിലും ഈ ശബ്ദം കേൾക്കുന്നവരെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നമുക്കൊരു നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അറിഞ്ഞൊരു സുവിശേഷമുണ്ട്. അത് സ്നേഹത്തോട് ഇന്ന് രാത്രി പങ്കുവെക്കുമ്പോൾ മക്കളെന്ന അവകാശത്തിന്മേൽ ഇരിക്കുന്ന ചില ദുഷ്ട ചെങ്കോലുകൾ, ലഹരികൾ, പ്രത്യേകിച്ച് ലഹരിയുടെ അടിമത്തങ്ങളെ യേശുവിൻ നാമത്തിൽ, കൂട്ടുകെട്ടുകളുടെ സ്വാധീനങ്ങൾ അതെല്ലാം മാർക്ക്. നിങ്ങളുടെ മക്കളകത്തുണ്ടെങ്കിൽ അവരെ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കുക. അവർ കൈ തട്ടി മാറ്റത്തില്ലെങ്കിൽ കൈ എടുത്ത് പ്രാർത്ഥിക്കുക. ഇല്ലെങ്കിൽ ഒരു നിമിഷം ഭാര്യയും ഭർത്താവും ഇവിടെ ഇരിക്കുന്നവർ ഇങ്ങനെ പ്രാർത്ഥിക്കുക. വീടുകളിലാണെങ്കിൽ നിങ്ങൾ ജീവിത പങ്കാളികൾ അടുത്തുണ്ടെങ്കിൽ കരം കോർത്ത് പിടിച്ച് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ ഒരു ദൈവദാസന് ഇത് പറയുന്നു, ഒരു പരീക്ഷണത്തിനെങ്കിലും സത്യമോ മിഥ്യയോ എന്തു ആകട്ടെ, ഇത് എൻ്റെ അനുഭവമാണ് പറയുന്നതെങ്കിൽ ഒരു നിമിഷം കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അവകാശത്തിന്മേലിരിക്കുന്ന ദുഷ്ട ചെങ്കോലുകളുടെ ആധിപത്യങ്ങളെ ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്ന ആത്മസാന്നിധ്യം അല്ല ഈ ദേശത്ത് വ്യാപരിക്കും. കണ്ടില്ലേ, ഓരോ തൂണയിലും കൈപിടിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഈ പാവങ്ങൾ ഈ കൺവെൻഷൻ നടത്തിയതെങ്കിൽ ഇതിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടല്ലോ. അവർ ഈ ദേശത്തൂടൊക്കെ നടന്ന് നോട്ടീസ് ഒട്ടിച്ച് കരഞ്ഞു കൂടി പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ 3 ദിവസം കർത്താവിന്റെ കരത്തിലേക്ക് ഈ ദേശത്തെ കൈമാറി ദൂതന്മാരെ ഇവിടെ കാവൽ ചെയ്ത് പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് രാത്രി മാസങ്ങളുടെ ഉപവാസത്തിൽ, മാസങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവമായിട്ട് അയച്ചിട്ടുള്ള ദൂതസഞ്ചയങ്ങൾ ചിലതിന്റെ ചെങ്കോലുകളെ ഒടുക്കുവാൻ ഈ ദേശത്ത് ഇങ്ങനെ വ്യാപരിക്കുന്നുണ്ട്. അത് കുടുംബങ്ങളിലേക്ക് വിടുതലാകും. നിങ്ങൾ വിശ്വസിച്ച്, കർത്താവേ, അടച്ചിട്ട വാതിലുകളാണെങ്കിലും വിശ്വാസന പറ, യേശുവേ, എൻ്റെ വീടിനകത്തേക്ക് വന്നാട്ടെ, എൻ്റെ വീടിനകത്തേക്ക് വന്നാട്ടെ. എൻ്റെ അവകാശങ്ങൾക്കെതിരെ, എൻ്റെ അവകാശങ്ങളെ നശിപ്പിക്കുന്ന ആയുസിന്റെ നടുവിൽ അതിനെ ഒതുക്കി 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 ആത്മസ്ഥാനം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷകളിൽ സ്തുതിക്കാൻ കഴിയുന്നവർ
എൻ്റെ ഭാഷകൾ ഈ നിമിഷം അല്പനേരം സ്തുതിച്ചാൽ എൻ്റെ ഹൃദയം ശുഭവചനം കൊണ്ട് നിറയുന്നു. എൻ്റെ ഹൃദയ രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുപോലാകുന്നു. ഇന്ന് രാത്രി കർത്താവ് തന്ന വധുകളെ ഞാൻ കൈമാറ്റം ചെയ്യുകയാണ്. അത് ആത്മസാന്നിധ്യത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതൊരു പുറംമൂടിക്ക് പറയുകയല്ല. എൻ്റെ സഭ ഇന്ന് 77ാമത്തെ ദിവസം ഉപവാസത്തിലാണ്. ഞാൻ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന നിരവധി പേരുണ്ട്. ഇന്ന് രാത്രി ആ ഉറപ്പ് ഇന്നുകൊണ്ട് പറയുന്നു. അതിന രക ലഗതന ഹദ്ന രിഗന. ഈ പന്തലിനകത്ത് ചില അമ്മമാരുടെ കണ്ണീര് കർത്താവ് കണ്ടിട്ടുണ്ട്. ഈ ദേശത്ത് ചില അമ്മമാരുടെ കണ്ണീര് കർത്താവേ എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തവനെ പോലെ, ഓട്ടസഞ്ചരി ഇട്ടതുപോലെ, നേടിയെടുത്തതെല്ലാം ശൂന്യമായി പോകുന്നത് പോലെ, നിൽക്കുന്നത് അടിത്തറ മാറിപ്പോകുന്നത് പോലെ നിന്റെ ജീവിതത്തെ തകർക്കുന്ന ദുഷ്ട ആധിപത്യങ്ങൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. അത്തന രഗല രഗ ലഗദന ശഗ ലഗ ധന ദിഗ നഗദന അർഗന ദിവ ലഗദന ശഗന രഗന ഹന്തന ദിഗനെ രഗനെ അഖുന ശബനിയ ദഗനിയ രഗനിയ രഗനെ രഗ ലഗദന അന്തൽ കടകന ശഗന രഗന. ഹല്ലേലൂയ. ഇതിങ്ങനെ മനുഷ്യനെ ഒതുക്കിക്കളയുക. അമ്പോറ്റിയൊരമ്മ എൻ്റെ ബന്ധത്തിൽപ്പെട്ടതാണ്. പാവ ഒരമ്മ, പച്ചപ്പാവം, 2 ആൺപിള്ളേർ. എൻ്റെ പൊന്നെ കൊച്ചവൻ, ഇവന്മാരെണ്ണമറിയ കൂട്ടുകാരെ, 2ഉം കൂടെ ഒന്നിച്ച് കുടിക്കത്തുള്ളൂ. കൊച്ചവൻ എൻ്റെ ബന്ധമാണ്. അവന് 30 വയസ്സ്, 32, 33 കണ്ടായി. ഇഷ്ടം പോലെ കൂട്ടുകാരായിട്ട് വരും. കുടിയോട് കൂടി 10ഉം 15ഉം മുട്ട പൊട്ടിച്ചാണ് കുടിക്കുന്നത്. എടാ, നീ എന്തിനാണെങ്കിലും മുട്ട തിന്നുന്നത്? അപ്പം അവൻ പറഞ്ഞു, ഇതൊക്കെ കുടിക്കുമ്പോൾ മുട്ടയോടൊക്കെ തിന്നാലേ നമ്മൾ ചാകാതിരിക്കത്തുള്ളൂ. അപ്പം മുട്ടയെ പിടിച്ചോളൂ. ഇത് കുട്ടിച്ചു. ഒരു ദിവസം എൻ്റെ മൊബൈൽ എങ്ങാണ്ട് പോയിട്ട് വരുമ്പോൾ സൈലൻ്റ് ആയിരുന്നു. നോക്കിയപ്പം താണ്ട് 30 മിസ് കോൾ ഈ ആക്കിയുടെ. തിരിച്ചു വിളിച്ചു, എന്താ പറ്റി? മക്കൾ ഓടി വാടാ, എന്നാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് വാ. ഞാനിവിടെ ഓടി ചെല്ലുമ്പം കണ്ടത്, ഞാൻ അകത്ത് കയറിയപ്പം കണ്ടത്, ഡോക്ടർ CPR കൊടുക്കുക. വേർത്ത് കുളിച്ചൊരു ചെറുപ്പക്കാരൻ ഇവനെ നിന്ന് CPR കൊടുക്കുക. 34 വയസ്സേ ഉള്ളൂ. എന്നെയൊക്കെ മനസ്സിലായി. ഞാൻ ചോദിച്ചു, ഇതാരാ? ഞാൻ പറഞ്ഞു, എൻ്റെ അനിയനവൻ. പക്ഷേ ഇനി ഒന്നും ചെയ്യാനില്ല, എൻ്റെ മാക്സിമം ട്രൈ ചെയ്യും. ഒരു കാര്യം ചെയ്യും, കാർഡിയോളജി ഉള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും. തൊട്ടടുത്തൊരു കാർഡിയോളജിൻ്റെ ഹോസ്പിറ്റലുണ്ട്, അന്നുണ്ടായിരുന്നു. അത് കൂട്ടിപ്പോയി. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഭാര്യയെ പറഞ്ഞു വിട്ടു, മുമ്പിൽ നീ പോയി റെഡിയാക്കുക, നമുക്ക് പരിചയമുണ്ട്. അവളവിടെ ചെന്ന് എല്ലാം റെഡിയാക്കി. പെട്ടെന്ന് ഇവനെ ഷിഫ്റ്റ് ചെയ്തു. ആംബുലൻസെ കയറ്റി. ഞങ്ങൾക്ക് ആംബുലൻസ് സർവീസ് ഉണ്ട്. ആംബുലൻസ് ഓടിക്കാൻ വണ്ടി എടുത്തപ്പോൾ എനിക്ക് തോന്നി സ്പീഡ് പോകത്തില്ല, കാരണം ഇവൻ്റെ കൂടപ്പുറപ്പല്ലേ. ഞാൻ ഓടിക്കുന്ന ആളെ മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു, ഞാനും ഓടിച്ചോളാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അത്ര ഓടിച്ചിട്ടില്ല. വളവൊക്കെ എങ്ങനെ തിരിഞ്ഞെന്ന് എനിക്ക് അറിയിപ്പു. ഞാൻ അവനെ 2 മിനിറ്റ് കൊണ്ടോ 3 മിനിറ്റ് കൊണ്ടോ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ICUയിലേക്ക് ബെഡിലേക്ക് മാറ്റി. എനിക്കറിയാം, എൻ്റെ സുഹൃത്ത് ഡോക്ടർ വന്ന് നോക്കിയിട്ട് അയാൾ കുറേ നേരം നോക്കിയിട്ട് പറഞ്ഞു, 1 മിനിറ്റ് മുമ്പാണെങ്കിൽ രക്ഷപ്പെട്ടേനെ. ഒരു 2-3 ഇച്ചിരി നേരം മുമ്പ് പോയി ഇവിടെ വന്നിട്ട് പോയായിരുന്നു. മോർച്ചറിലേക്ക് മാറ്റി, മുടി വെക്കുക, പെട്ടി ഇളക്കാൻ ആള് വന്നു. ചവപ്പെട്ടിക്കിടക്കാരൻ ആ സഹോദരൻ വന്ന് അളന്നു. ചെവി പറഞ്ഞു, ഇതുവരെ അടുത്തിടയ്ക്ക് ഇത്രയും വിരിവുള്ള ഒരു നെഞ്ചളന്നിട്ടില്ല. എന്തോ വിരിവ നെഞ്ചിന്, എന്തോ വിരിവ. കൈയൊക്കെ താണ്ടി മുട്ടിന് 34 വയസ്സ്. അവൻ്റെ പെട്ടി ഇങ്ങനെ ഞെളിഞ്ഞ് വെച്ചിട്ട് അവസാനം ഞാനാണ് പെട്ടി തട്ടിയപ്പം കണ്ടു ഈ 36 ഇഞ്ചുകാരൻ ഒതുങ്ങി പെട്ടിക്കകത്തോട്ട് ഇറങ്ങിപ്പോകുന്നു. ഇത്രയല്ലേ ഉള്ളൂ മനുഷ്യൻ. അപ്പോൾ ഇതെല്ലാം ഒതുക്കിക്കളയും പെട്ടിക്കകത്ത്. എന്നാൽ അതിന് ഇന്നെൻ്റെ വീട് പൂട്ടാറില്ല. 2 മണിയായാലും അത് തുറന്നു കിടക്കും. താൻ എൻ്റെ കൂടെ ഉള്ളവരുണ്ട്. ഒറ്റ കാര്യമാണ്, യേശു വന്നതുകൊണ്ടുള്ളൊരു മാറ്റം. എൻ്റെ അപ്പം 101 പ്രതിയായിരുന്നു. എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പുവെക്കണമായിരുന്നു. പക്ഷേ അവസാനം അപ്പം പറയുന്നൊരു കാര്യമുണ്ട്, എന്നും രാവിലെ എഴുന്നേറ്റ് ഞാൻ ഒപ്പുവെക്കും, പോലീസ് സ്റ്റേഷനല്ല, എൻ്റെ അപ്പൻ്റെ എടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഉണ്ടെന്ന് പറയും, എന്നിട്ട് ജീവിതം ആരംഭിക്കും. ഇന്ന് രാത്രി പറയട്ടെ, മരണം ഒതുക്കിക്കളയുന്നതിന് മുമ്പ്, പാവം ഒതുക്കിക്കളയുന്നതിന് മുമ്പ്, കർത്താവേ എൻ്റെ അവകാശത്തെ രക്ഷിക്കണമെന്ന് അപ്പനും അമ്മയും കരഞ്ഞ് പ്രാർത്ഥിച്ച നിങ്ങളുടെ അഭിമാനങ്ങളും ദുരഭിമാനങ്ങളും ഒക്കെ വിട്ട് നിമിഷം നിലവിളി ഉയരട്ടെ. ഓ ഈ ഹല്ലേലൂയ. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട് അവകാശം കടമയിരിക്കുന്ന ദുഷ്ട ആധിപത്യങ്ങളെ ദൈവം ഇന്ന് രാത്രി നീക്കിക്കളയുമെന്ന് കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു. നിങ്ങൾ സുവിശേഷത്തോട് പ്രതികരിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ കേൾക്കപ്പെടുന്ന വചനം സത്യം. ഇത് ഞാൻ വെറുതെ
പറയുകയല്ല. എൻ്റെ അകത്ത് ഭയങ്കര ഭാരമാണ്. ഒരു ദിവസം തന്നെ 10-15 ചെറുപ്പക്കാരെ ഇങ്ങനെ കൊണ്ട് നടന്ന് ജീവിതത്തിൽ എവിടെയൊക്കെ കരകയറ്റുവാൻ കർത്താവ് എളിയവനെ ഉപയോഗിച്ചിട്ടുണ്ട്. ആത്മഭാരം കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ ദേശത്ത് കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടല്ലോ. കരമുയർത്തി പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച്, യേശുവേ ഒരു വലിയ വിടുതലയക്കണമേ. ഞങ്ങളുടെ അവകാശങ്ങളെ ദുഷ്ടം കൊണ്ടുപോകുന്നു, ലഹരി കൊണ്ടുപോകുന്നു, പാപം കൊണ്ടുപോകുന്നു. എന്നിട്ട് അവരെ അകാലത്തിൽ ഇതാണ് അകാലത്തിൽ കൊണ്ടുവന്ന് പെട്ടിക്കകത്ത് ഒതുക്കാനുള്ള ദുഷ്ട പദ്ധതികളെ ഇന്ന് രാത്രി കർത്താവിൻ്റെ ആത്മാവ് പൊളിച്ചു മാറ്റും. അകാലത്തിൽ ഇവനെ ഒതുക്കും. ഇവനെ ഞാൻ പിന്തുടരും പിടിക്കും. എൻ്റെ ആശ അവന് പൂർത്തീകരിക്കോ. ഇങ്ങനെ ദുഷ്ടൻ ആശയിട്ട് പിന്തുടരുന്ന പദ്ധതികൾ എന്ന സംഗീതം 112 ദുഷ്ടന്റെ ആശകൾ. നിന്നെക്കുറിച്ച് ദുഷ്ടന്റെ ആശയുണ്ട്. അത് ഇല്ലാതാകാൻ ഒരേ ഒരു വഴി. ഇന്ന് രാത്രി കർത്താവിൻ്റെ ആശയ്ക്കൊന്ന് പ്രതികരിച്ചാൽ, യേശുവേ എന്നെ സഹായിക്കണമേ. ഞാൻ പലപ്പോഴും ശ്രമിച്ചു ഒക്കുന്നില്ല, തീരുമാനിച്ചു പരാജയപ്പെട്ടു പോകുന്നു. ഇന്ന് രാത്രി ആ ബലഹീന കരത്തെ കർത്താവിന്റെ കരത്തിലേക്ക് കൊടുത്താൽ നിന്നെ ചേറ്റിൽ നിന്ന് പൊക്കിയെടുത്ത് പാറമേ നിർത്തി വായി പുതിയൊരു പാട്ട്. അതെന്താണ്? രക്ഷയുടെ പാട്ട്, സന്തോഷത്തിന്റെ പാട്ട്. ഇന്ന് രാത്രി വിഷണ്ണ മനസ്സിന് സ്തുതിയെന്ന് മേലാണ് കൊടുക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കാൻ തുടങ്ങുക. അവകാശങ്ങൾ പേരൻസ് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അവകാശങ്ങളെ ഇരിക്കുന്ന എല്ലാ ആധിപത്യങ്ങളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവപ്പച്ച അങ്ങ് ചെയ്യല്ലോ, അങ്ങനെ ചെയ്യുമല്ലോ. ഈ സഹോദരങ്ങൾ ഓരോ തൂണും നാട്ടി പ്രാർത്ഥിച്ചതാണെങ്കിൽ ഇന്ന് രാത്രി അത് ഈ ദേശത്തിന് വേണ്ടിയാണല്ലോ നാട്ടിയത്. ആത്മഭാരം കൊണ്ടാണല്ലോ നാട്ടിയത്. പണക്കൊഴുപ്പ് ചെയ്തതല്ലോ കർത്താവേ, പണത്തിന്റെ കൊഴുപ്പ് ചെയ്തതല്ലോ, ഡോളറിന്റെ കൊഴുപ്പ് ചെയ്തതല്ലോ. അധ്വാനിക്കുന്നവർ പിച്ചം പിടിച്ച് കർത്താവെ കഷ്ടപ്പെട്ട് ഇത് ചെയ്തത് ഈ ദേശത്ത് ചിലതിന്റെ ലഹരിയുടെ ആധിപത്യങ്ങൾ ഇല്ലാതാകട്ടെ, തകർച്ചകൾ ഇല്ലാതാകട്ടെ. ചിലരെ മരിപ്പിക്കാൻ കൊണ്ടു നടക്കുന്ന ദുഷ്ട ആധിപത്യങ്ങൾ, പോരുകൾ ഈ ദേശത്തുനിന്ന് മാറിപ്പോയിട്ട് ഭയങ്കര സ്വാതന്ത്ര്യവും വിടുതലും കർത്താവെ അവകാശങ്ങൾ പലയിടത്ത് ഒതുങ്ങിപ്പോയി നശിച്ചു പോയതിനെ മടക്കിയെടുക്കുന്ന രാത്രിയാക്കി കർത്താവ് മാറ്റണമേ. സാധാരണ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഉപവാസ പ്രാർത്ഥനയിലാണ്. എന്നാൽ ഇന്ന് രാത്രി ആത്മനിയോഗത്തിൽ നഷ്ടമായതിനെ മടക്കിയെടുക്കുന്ന ദൈവ സാന്നിധ്യം ഈ ദേശത്ത് വ്യാപരിക്കുകയാണ്. ഇത് തുടർച്ചയായ 12 എന്നുകൊണ്ട് ഇന്ന് രാത്രി ഉറക്കെ പ്രാപിക്കുമ്പോൾ സുവിശേഷത്തോട് പ്രതികരിക്കുന്ന ചിലതിന് നഷ്ടപ്പെട്ടു പോയതിനെ ദൈവം മടക്കിത്തരും. നഷ്ടപ്പെട്ടു. ഇനി ഒരിക്കലും വരത്തില്ല, ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. എന്നാൽ നിന്റെ ധർമ്മം നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ നീ ഇന്ന് രാത്രി ചൂലെടുത്ത് പ്രാർത്ഥനയുടെ ചൂല്, ഉപവാസത്തിന്റെ ചൂല്, കണ്ണീരിന്റെ ചൂല് എന്ന് ലൂക്കോസ് 11 പറയുന്ന അമ്മ അടിച്ചു വാരിയതുപോലെ ഇന്ന് രാത്രി ഭവനത്തിനകത്തൊരു പ്രാർത്ഥന ഉയരാമെങ്കിൽ ദൈവം നഷ്ടപ്പെട്ടതിനെ നിന്റെ കയ്യിൽ മടക്കിത്തരും. വേഗത്തിൽ മുമ്പോട്ട് പോകുക. സ്വന്തം ഭാര്യയെ സ്നേഹിക്കുക. അവകാശങ്ങൾ 5-ാം അധ്യായം അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലാണ് നമ്മൾ സ്വന്തം ഭാര്യ, സ്വന്തം ഭർത്താവ്. അവിടുന്ന് ആത്മാവ് ഒന്ന് വഴിതിരിച്ച് വിട്ടു. 6-ാം അധ്യായത്തിലേക്ക് വരിക. അടുത്ത ബന്ധം. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവില് അനുസരിപ്പീൻ. അതെന്തല്ലോ ന്യായമല്ലോ. അടുത്ത വാക്യം, നിനക്ക് എന്തുണ്ടാകാൻ? നന്മയുണ്ടാകാൻ. അടുത്ത വാക്യം, ദീർഘായുസ് ഉണ്ടാകാൻ. ആ 2 വാക്ക് എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ. നന്മയുണ്ടാകാനും ദീർഘായുസ് ഉണ്ടാകാൻ. ഒന്നുകൂടെ പറഞ്ഞേ. നന്മയുണ്ടാകാനും ദീർഘായുസ് ഉണ്ടാകാൻ. ഞാൻ കണ്ട വലിയൊരു പ്രതിഭാസമുണ്ട്. ചിലർക്ക് ഭയങ്കര ആയുസ് കിട്ടും, പക്ഷെ ഭയങ്കര നരകമായിരിക്കും. ചിലരെ കൊണ്ട് എല്ലാം മാറി, നല്ലപോലെ എല്ലാം ഒന്ന് മാറി. പിള്ളേരെല്ലാം ഗൾഫിലായി, വീടൊക്കെ വെച്ചു, കഴിക്കാൻ അങ്ങോട്ട് തുടങ്ങി, കഷ്ടപ്പാട് മാറിയപ്പോൾ ആൾ ചത്തുപോയി. നന്മ വന്നു, എന്തോ ഇല്ല, ദീർഘായുസില്ല. ചിലർക്ക് ദീർഘായുസുണ്ട്, എന്തോ ഇല്ല, നന്മ. ഇത് രണ്ടും കൂടെ ഒത്തു കിട്ടാൻ ഒരു വഴി പറഞ്ഞു. എന്തോ ചെയ്യണം? അപ്പനെയും അമ്മയെ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ഉറക്കെ പറഞ്ഞ്, അപ്പനെയും അമ്മയെ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അത് വേദപുസ്തകം പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇതിനെല്ലാം നമുക്ക് റോൾ മോഡൽ വേറെ ആരും നോക്കണ്ട. വേദപുസ്തകത്തിൽ തന്നെ കണ്ട ഇതെല്ലാം കാണാം. നന്മയുണ്ടാകാനും ദീർഘായുസ്. നമ്മുടെ ഈ പ്രായമായ അപ്പനും അമ്മയൊക്കെ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. ഈ പിള്ളേരടുക്ക വന്ന് കുറേ നേരം എന്ത് ചെയ്യണം? ഇരിക്കണം. അത്രയല്ലേ ഉള്ളൂ. അത്രയുള്ള പ്രധാന ആഗ്രഹം. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയപ്പെടുന്നൊരു ഭാഗമുണ്ട്. എൻ്റെ അച്ഛൻ്റെ മരണവും ഇരട്ടക്കളങ്കവും. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ
വായിക്കാൻ പറ്റിയൊരു ബുക്കാണ്. ബുക്കൊന്നും പിള്ളേർ മക്കളൊക്കെ വായിക്കണം. വായനാശീലം ഇപ്പോൾ ഇല്ലല്ലോ. വായിക്കാൻ പറ്റിയൊരു ബുക്ക് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ, അത് വായിച്ചിരിക്കണം. ഇന്ത്യക്കാരല്ലേ, വായിക്കണം. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ എഴുതിയിരിക്കുന്ന ചാപ്റ്ററാണ് എൻ്റെ അച്ഛൻ്റെ മരണവും എൻ്റെ ഇരട്ടക്കളങ്കവും. മലയാളത്തിൽ അത് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: കസ്തൂർബായെ കല്യാണം കഴിച്ച ഗാന്ധിജി കൊച്ചി ഇറങ്ങാൻ. അപ്പോൾ അച്ഛൻ അസുഖമായി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗാന്ധിജി പോയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ആ അപ്പൻ്റെ കാലൊക്കെ തിരുമിയിരിക്കുക. അപ്പനത് ഇഷ്ടമാണ്. അപ്പോൾ ഉപ്പാപ്പൻ വന്നിട്ട് പറഞ്ഞു, നീ വേണേൽ പൊക്കോളാൻ പറഞ്ഞു. കസ്തൂർബ അകത്തുണ്ടല്ലോ. അതൊക്കെ അവസരം കിട്ടിയപ്പോൾ അങ്ങ് എഴുന്നേറ്റ് പോയി കഥ കടിച്ച് അതിനകത്ത് കിടന്നു. കുറേ കഴിഞ്ഞപ്പം വേലക്കാരൻ വന്ന് മുട്ടി കഥ ഓർന്നും പറഞ്ഞു, അപ്പം മരിച്ചുപോയി. തനിക്കത് ഭയങ്കര ഷോക്കായിപ്പോയി. കുറേ നേരം കൂടി ഇങ്ങനെ കാല് ഞെക്കി തിരുമി ഇരുന്നായിരുന്നെങ്കിൽ അപ്പനിങ്ങനെ മരിക്കുമ്പോൾ തൻ്റെ മുഖൻ്റെ കണ്ണി നോക്കി മരിച്ചേനെ. പക്ഷെ തനിക്ക് നോക്കാതെ പോയത് തൻ്റെ ഒറ്റ നിമിഷത്തെ ഒരു വികല്പമായിട്ട് തനിക്ക് തോന്നി. അത് തൻ്റെ ജീവിതത്തിൽ ഭയങ്കര കളങ്കമായിട്ട് തോന്നി. അത് കഴിഞ്ഞ് ആ വർഷം ഉണ്ടായ കുഞ്ഞ് തന്നെ മരിച്ചു പോയെന്നും താൻ എഴുതുന്നുണ്ട്. അച്ഛൻ്റെ മരണവും ഇരട്ടക്കളങ്കവും മഹാത്മാഗാന്ധി പറഞ്ഞൊരു കാര്യമാണ്. അപ്പം ഈ മനുഷ്യരെല്ലാം അപ്പൻ്റെ അമ്മ എടുക്ക പോകണം. എപ്പം പോകണം എന്നറിയാമോ? അത് വലിയൊരു സത്യമാണ്. ഈ പ്രായമാകുമ്പോൾ പോകണം. പക്ഷെ അതിന് മുമ്പ് പ്രായമാകുമ്പോൾ എപ്പോൾ പോകണം? ഈ അടുത്തിടയ്ക്ക് എനിക്ക് രസകരമായ ഒരു അനുഭവം ഉണ്ടായി. രസകരം എന്ന് പറയാനൊക്കത്തില്ല, ഇച്ചിരി വിഷമമാണ്. എന്നാൽ രസകരം തോന്നിയൊരു കാര്യം, ഞങ്ങളുടെ ഒരു അമ്മച്ചി കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. അപ്പോൾ അമ്മച്ചി കിടക്കുകയാണ്. അപ്പോൾ അമ്മച്ചിക്ക് ഇച്ചിരി ഓർമ്മക്കിടക്ക് വന്നു. ഈ സോഡിയൊക്കെ കുറയുമ്പോൾ ഓർമ്മയൊക്കെ പോത്തില്ലേ. അപ്പോൾ അമ്മച്ചിയുടെ മോള് ഗൾഫിലാണ്. അമ്മച്ചിയുടെ മോള് പാവം അമ്മച്ചി നോക്കാൻ വേണ്ടി വന്നു. പാവം കഷ്ടപ്പെട്ട് അവധി എടുത്ത് വന്നാണ്. അമ്മച്ചിയുടെ അടുത്ത് നോക്കുക. ഞാൻ അവിടെ ചെന്നു. എൻ്റെ മോനെ, അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, അമ്മച്ചിയെ എന്നെ അറിയോ? എൻ്റെ പ്രിൻസിപ്പട്ടനല്ലേടാ? ആന്നു. ചക്കരപ്പൊന്ന് വന്നേടാ, ഉമ്മതാടാ ഉമ്മ. എൻ്റെ പ്രിൻസിപ്പലല്ലേടാ വന്നേ? എനിക്ക് ഉമ്മ വന്നു, ഞാൻ ഉമ്മ കൊടുത്തു. എൻ്റെ ഭാര്യ അറിയോ? എൻ്റെ പ്രിൻസിപ്പളല്ല, എൻ്റെ മോള് വന്നേ, ഉമ്മ വന്നേ. ഞാൻ ചോദിച്ചു, ഇതാരാ? അമ്മച്ചി അത് അമ്മച്ചിയുടെ മോള്. ഞാൻ ചോദിച്ചു, അമ്മച്ചിയുടെ ഭർത്താവിൻ്റെ പേരറിയോ? അറിയാം. ഭർത്താവിൻ്റെ 4ാമത്തെ മോളാ. ഭർത്താവിനെ അറിയാം. ഇവിടെ എനിക്കറിയത്തില്ല. സത്യമായിട്ട് അറിയത്തില്ല. അമ്മച്ചിക്ക് ഓർമ്മയില്ല. അപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി. എല്ലാവരും പോയി ഇരിക്കണം. എപ്പോൾ ഇരിക്കണം? ഓർമ്മ പോകുന്നതിന് പോയി ഇരിക്കണം. ഓർമ്മ പോയി ഇരുന്നിട്ട് എന്തോ ചെയ്യാൻ, ആരെ കാണിക്കാൻ? അവരറിഞ്ഞില്ല. പിന്നെ നമ്മൾ എത്ര ചെയ്തിട്ട് കാര്യം എന്താ? അപ്പം പേരൻസ്, അപ്പനായാലും അമ്മയായാലും അല്ലെങ്കിൽ ഇരുവരും ഉള്ളവരൊന്ന് കൈ ഉയർത്തിക്കേ. പേരൻസ് ജീവനോടുള്ളവർ, അപ്പനും അത് സംശയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കണം. എൻ്റെ അപ്പനും അമ്മയും ജീവിച്ചിരിക്കണം. എന്തൊരു കഷ്ടം പിടിച്ചൊരു കാര്യമാണ്. അപ്പുറത്തോട്ട് നോക്കുന്ന എൻ്റെ അമ്മ ജീവിച്ചിരിക്കണം. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്നവരൊന്ന് കൈവട്ടിക്കേ. ഇനി അവർക്ക് എത്ര ദിവസമുണ്ട്? ഉള്ളിടത്തോളം കാലം ഒക്കുമ്പോൾ അവരുടെ അടുത്ത് പോയി എന്ത് ചെയ്യണം? ഇരിക്കണം. എന്തിനു മുമ്പ്? ഓർമ്മ പോകുന്നതിന് മുമ്പ്. അപ്പോൾ എത്ര പേര് രാത്രി പ്രാർത്ഥിക്കും, കർത്താവേ ഓർമ്മ ഇങ്ങനെ. എനിക്കൊരു അപ്പനെ മോനും കൂടെ അറിയാമായിരുന്നേ. ഈ അപ്പനും മോനും, അപ്പൻ്റെ ഒറ്റ മോനായി മോൻ, അപ്പനും മോനും കൂടെ ഭയങ്കര സ്നേഹമാണ്. എന്നിട്ട് കുറേ ദിവസത്തേക്കിന് നാളത്തേക്കിന് ഈ മോന് തൻ്റെ ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പനെ പിരിഞ്ഞ് കുറേ ദൂരത്തേക്ക് പോകേണ്ടി വന്നു. പക്ഷെ ഞാൻ ഈ മോനെ ശ്രദ്ധിച്ചപ്പോൾ എന്നും എങ്ങനായാലും എത്ര ദൂരത്താണെങ്കിലും ഈ മോൻ രാത്രിയാകുമ്പോൾ ഒറ്റ ഓട്ടം വിടും അപ്പൻ്റെ അടുക്കലേക്ക്, എങ്ങനെയെങ്കിലും എത്തിച്ചേരും. എന്നിട്ട് രാത്രി മുഴുവൻ ഓവർനൈറ്റ് ഇവരിരുന്ന് വർത്തമാനം പറയും. അങ്ങനെ ഒരു അപ്പനും മോനും ഉണ്ടായിരുന്നു. ഒറ്റ മോനെ ഉള്ളായിരുന്നു ഈ അപ്പന്. ആ അപ്പനും മോനും കൂടെ എന്നും രാത്രി കഥ പറഞ്ഞ് തീരാത്ത കഥ എന്നും രാത്രി. അങ്ങനെ ഒരു മോനെ ഞാൻ കണ്ടു. നിങ്ങൾക്ക് ആ മോനെ അറിയാമോ? ഏത് മോന്? ഒറ്റ മോനുള്ളൊരു മോൻ. ആ മോനെ നിങ്ങൾക്ക് ആർക്കും അറിയാമോ? യേശു എന്ന ഏകജാതനായ മോൻ. ഈ അപ്പനെ പിരിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നു. പക്ഷെ എന്നും രാത്രി എവിടെ പോയിരിക്കും? അപ്പൻ്റെ അടുക്ക് പോയി വർത്താനം പറയും. ഇങ്ങനെയൊരു മോനാണ് നമ്മുടെ ഗുരുവെങ്കിൽ ആ മോൻ നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളും കർത്താവിൽ അനുസരിക്കണം. എന്തുണ്ടാകാൻ? ന്യായം, ദീർഘായുസ്സും നന്മയുണ്ടാകാൻ. അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം കൂടെ ഒന്നും പ്രാർത്ഥിച്ച് അപ്പനും അമ്മയും, ഈ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്ന ഭയങ്കര അനുഗ്രഹം. എന്താ കാര്യം എന്നറിയാമോ? എൻ്റെ അമ്മ 2010 മരിച്ചു. അപ്പോൾ എൻ്റെ പെങ്ങൾ 25 വർഷമായിട്ട് കിഡ്നി പേഷ്യൻ്റാണ്. 2005 ഡയാലിസിസ് ചെയ്യാൻ ഫിസ്റ്റിലായിട്ടു. അപ്പോൾ എൻ്റെ അമ്മേനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഫിസ്റ്റിലൊക്കെ ഇട്ടോ. പക്ഷെ ഈ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അത് സംഭവിക്കത്തില്ല. 2010 ഓഗസ്റ്റിൽ അമ്മ മരിച്ചു. നവംബർ ഡയാലിസിസ് തുടങ്ങി. ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം ഡയാലിസിസിന് ടേബിളെ കയറ്റി, പക്ഷെ ചെയ്യേണ്ടി വന്നില്ല. അമ്മയുടെ വാശിയായിരുന്നു. അമ്മയുള്ളപ്പം നടക്കത്തില്ല. അത് കഴിഞ്ഞ് പലപ്പോഴും IC കയറി എല്ലാവരെയും അറിയിച്ചോളാൻ പറഞ്ഞു. എൻ്റെ ഒരു അപ്പൻ ഇങ്ങനെ ചാരികസര കിടന്നിട്ട് പറയും, അപ്പ എല്ലാവരെയും അറിയിക്കാൻ. അപ്പ വരുന്നോ? നീ പൊക്കോ, ഞാനുണ്ടെങ്കിൽ അത് സംഭവിക്കത്തില്ല. എന്നിട്ട് അപ്പ ഇങ്ങനെ കണ്ണു നോക്കി കർത്താവിനോട് പറയും, കർത്താവേ എന്നെ ഒന്ന് ഓർത്തണേ. 2017 അപ്പ പോയി. കുറേ കഴിഞ്ഞപ്പോൾ അവളും പോയി.
അപ്പോൾ ഇതൊക്കെ പോകാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇവരിങ്ങനെ ഇരുന്നുകൊണ്ടാണെന്നുള്ളത് പരമാർത്ഥം. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടിയാണെങ്കിൽ അവരൊക്കെ ഇരുന്ന നമുക്ക് ഒത്തിരി അനുഗ്രഹം. അങ്ങനെ ചിന്തിക്കുന്നവർ ഇന്ന് രാത്രി കർത്താവെ, അവർക്ക് ഓർമ്മയുണ്ടല്ലേ ഇരുന്നിട്ട് പ്രയോജനമുള്ളൂ. കാരണം അവർ ഓർമ്മയോടെ ഒരു നിമിഷം കണ്ണീരോടെ കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ കൊച്ചിനെ കാത്തോണേ. ഇത് കർത്താവ് അങ്ങ് മുഖവിലക്കെടുക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കർത്താവെ, എൻ്റെ അപ്പനും അമ്മയ്ക്കും ഓർമ്മ പോകരുതേ, അവർക്കൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നെ ദൈവം ഇരുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഉത്തമ ബോധ്യമുള്ളവർ കരമുയർത്തി അവർക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചേ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചേ. കർത്താവെ, എൻ്റെ ജീവനോടിരിക്കുന്ന അപ്പനും അമ്മയും ജീവനോടിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ചേ. ഒരാളെങ്കിലും ജീവനോടിരിക്കുന്നവർ പ്രാർത്ഥിച്ച്. അവരങ്ങനെ ഇരുന്നുണ്ടല്ലോ, എനിക്കങ്ങനെ പറയാൻ അപ്പനും ഇല്ല അമ്മയില്ല. അപ്പം പിന്നെ അവർ പ്രാർത്ഥിക്കുന്നവർ ആരും പ്രാർത്ഥിക്കാനാ? ഇന്ന് ഭാര്യയുടെ അപ്പനും അമ്മ ഉണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, രാത്രി ഞാൻ വരുമ്പം 3 മണി 4 മണിയൊക്കെ ആവും ഞാൻ കയറിക്കഴിഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറയും, എങ്ങനെ ആരും ഇവരെ വീട്ടിൽ നിന്ന് വിടല്ലേ, ഞാൻ എവിടെയെങ്കിലും അമ്മോൻ്റെ വീട്ടിൽ പോയാൽ ഞാൻ വിളിച്ചോണ്ടെങ്കിൽ വരും, എങ്ങനെയെങ്കിലും സ്നേഹിച്ചും കൊണ്ട്. ഒറ്റക്കാര്യനാ 4 മണിയാകുമ്പോൾ എൻ്റെ അപ്പൻ്റെ കണ്ണീരോടുള്ള പ്രാർത്ഥന കേൾക്കാം, കർത്താവ് എൻ്റെ കൊച്ചൻ്റെ ശുശ്രൂഷ അനുഗ്രഹിക്കണേ. 3 മണി 4 മണി ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ആളെ വലിയ അനുഗ്രഹമല്ലേ. അങ്ങനെ ഇല്ലാതൊക്കെ വരുമ്പോഴേ അതൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഒരു നിമിഷം കൂടെ എൻ്റെ മക്കളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് അവർക്ക് ഓർമ്മ കൊടുക്കണേ, അവർക്ക് ആയുസ് കൊടുക്കണേ. അവരിച്ചിരി ഇരിക്കണം. ചിലപ്പോൾ നമ്മുടെ ഭാര്യയോട് വഴക്കുണ്ടാക്കുമായിരിക്കും, ഇച്ചിരി ദുർവാശിയും ശുദ്ധിയും ഒക്കെ കാണും. എന്നാലും നിൻ്റെ ഭാര്യയ്ക്കൊരു അസുഖം വന്നാൽ ഉണ്ടല്ലോ, അവർ പ്രാർത്ഥിക്കും, എൻ്റെ കൊച്ചനെ അനാഥനാക്കരുത്, എൻ്റെ കൊച്ചിന് തള്ളയില്ല വാക്കല്ല എന്ന് പ്രാർത്ഥിക്കാൻ അവർക്കല്ലേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒരു നിമിഷം കരമുയർത്തി അവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിപ്പിൽ. എന്തുണ്ടാകാൻ? നന്മയുണ്ടാകാനും നിനക്ക് ദീർഘായുസുണ്ടാകാനും, നന്മയുണ്ടാകാനും ദീർഘായുസുണ്ടാകാനും, നന്മയുണ്ടാകാനും ദീർഘായുസുണ്ടാകും. മൂന്നാമത്തെ അടുത്ത ബന്ധം, 4ാമത്തെ ബന്ധം, അത് പറഞ്ഞിരിക്കുന്നത് പിതാക്കന്മാരെ. നിങ്ങളുടെ മക്കളെ ഒരിക്കലും എന്ത് ചെയ്യരുത്? കോപിപ്പിക്കരുത്. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? കോപിപ്പിക്കരുത്. കൊലോസ്യലേഖനത്തിൽ പറയുന്നത് ഇച്ചിരി ഒരു വാക്കുകളുണ്ട്, അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യരുത്? കോപിക്കുക. അപ്പം മക്കൾ അധൈര്യപ്പെടരുത്. അതെൻ്റെ കാര്യം. കോപിക്കരുന്നോ ബാലശിക്ഷ കൊടുക്കരുന്നോ ഒന്നുമല്ല. പിന്നെ അടുത്തൊരർത്ഥമുണ്ട്, പ്രധാനപ്പെട്ട ഒരർത്ഥം. നമ്മുടെ പല അപ്പന്മാരും ഇങ്ങോട്ട് ദേഷ്യം കയറിയ ഒരു വരവ് ഇങ്ങോട്ട് വരും, ഞാൻ തന്നെ ചാവട്ടി പിറ്റേത്തേച്ചും ഒട്ടിച്ചു കളയും. ഉണ്ടാലുണ്ട് ഇല്ല, അതിൻ്റെ പേരാണ് അധൈര്യപ്പെടുത്തരുത്. തെറ്റൊക്കെ വരാം, പക്ഷേ വലിച്ചു കീറി ഒട്ടിക്കാൻ ഇങ്ങോട്ട് വരവുണ്ടല്ലോ, അത് ചെയ്യരുത്. കാരണം അവരെന്ത് ചെയ്തു പോകും? പറ. അധൈര്യപ്പെട്ടു ഇങ്ങനെ ഭയങ്കര ഭീഷണി നേരിട്ട മക്കൾക്കെല്ലാം ഭയങ്കര ആത്മപ്രശ്നങ്ങളായിരിക്കും. അവർക്ക് ആത്മബലം കാണത്തില്ല. ഒരു കൊച്ചി ചെറുക്കൻ, അവൻ വലുതായി, അവൻ വലിയ ചെറുക്കനാണ്, അവന് മക്കളുണ്ട്. ഒരു യൂത്ത് മീറ്റിങ്ങിന് ഞാൻ ഈ കുഞ്ഞിനോട് ദൈവോൽപ്പനോട് പറഞ്ഞു, ഇവനോടൊന്ന് സംസാരിക്കണം. ഞാൻ ചോദിച്ചു, കുഞ്ഞൻ എൻ്റെ അപ്പനുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അവൻ കണ്ണീരോടൊരു കാര്യമുണ്ട് പറഞ്ഞു. അവൻ്റെ അപ്പം ഭയങ്കര വാശിക്കാരനായിരുന്നു. അവനെ കൊണ്ട് ട്യൂഷന് വിട്ടു. അവനെന്തോ ചെയ്തു? ക്രിക്കറ്റ് കളിക്കാൻ പോയി. അപ്പം വന്നപ്പോൾ അവൻ ക്രിക്കറ്റ് കളിക്കുന്നു. അവിടുന്ന് അടിച്ചു, വീട് വരെ നിക്കറൂരി അടിച്ചു. പഴയ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ അടുത്തൊരു തെങ്ങുംകുറ്റിയുണ്ട്, അത് കെട്ടിയിട്ട് അതിനകത്ത് മുഴുവൻ ചെതലാണ്. നിക്കറൂരി അടിച്ചു പൊട്ടിച്ച് ഇവനെ ബലമായി കുറ്റി ഇതിനകത്തിരുത്തി അവനെ മുറിവേരെല്ലാം ചെതല് കടിച്ചു. ഇപ്പോഴും അവൻ അപ്പനെ കാണുമ്പോൾ ഓർക്കുന്നത് തെങ്ങുംകുറ്റി ചതുരാണ്. എന്താ കാര്യം? അധൈര്യപ്പെടുത്തി പോയത്. അപ്പം ഇന്നും മിണ്ടത്തില്ല, പിണ്ടന്മാരാണ്. അവനും ഒത്തിരി സൈക്കോളജിക്കൽ പ്രശ്നം. ഒറ്റ കാര്യം എന്താണെന്നറിയാമോ? അധൈര്യപ്പെട്ടു പോയി. അതുകൊണ്ട് ആരും ആരെ എന്ത് ചെയ്യരുത്? അധൈര്യം. അപ്പന്മാരെ എന്തുകൊണ്ട് ഈ പിതാക്കന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്? അവിടെ അമ്മമാരെന്ന് പറയുന്നില്ല. അമ്മമാരെ ബഹുമാനിക്കണം, അപ്പനും അമ്മയും. പക്ഷെ ഇവിടെ പറയുന്നു ആരെ മതി? പിതാക്കന്മാർ. അതെന്തായിരിക്കും? എൻ്റെ വേർഷൻ ഇങ്ങനെ ആയിരിക്കും. ഈ അമ്മമാർ അധൈര്യപ്പെടുന്നില്ല. അവർ അമ്മ എന്നാ പറഞ്ഞാലും പിള്ളേർക്ക് വിഷയമില്ല. രാവിലെ തൊട്ട് പറയുമല്ലേ, പുറകെ. അതുകൊണ്ട് ഇവരെന്തോ പറഞ്ഞാൽ അവർ ശ്രദ്ധിക്കത്തില്ല. കൈയും മസിലുമുള്ള ചെറുക്കനെ അവരടിക്കും. അവൻ എവിടെയൊക്കെ നിങ്ങളുടെ കൈ പോകും. അടിച്ചിട്ട് നിങ്ങൾ പിച്ചി പറിക്കും, മാന്തി പറിക്കും. അവനിങ്ങനെ നിൽക്കും. അവനറിയാം ഇവർ പറഞ്ഞ ഒരു വിഷയമില്ല, ഒരു മൈൻഡ് പോലും ചെയ്യത്തില്ല. അതിങ്ങനെ അലാറം ഓൺ വെച്ച പോലെ ഡൂന്ന് രാവിലെ തുടങ്ങിയാൽ 12 മണി വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ ഈ അപ്പന്മാർ വല്ലതും പറഞ്ഞാൽ അവർക്ക് കേൾക്കും. അതുകൊണ്ടാണ് പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ എന്ത് ചെയ്യരുത്? കോപിപ്പിക്കരുത്, അധൈര്യപ്പെടുത്തരുത്. എന്തുകൊണ്ട് അധൈര്യപ്പെടുത്താൻ പാടില്ല? നിങ്ങൾക്കും ഒരു പിതാവുണ്ട്. എല്ലാ പിതാക്കന്മാർക്കും ആരുണ്ട്? പിതാവുണ്ട്. ഏത് പിതാവ്? അധൈര്യപ്പെടുത്താത്തൊരു പിതാവ്. ആ പിതാവാണ് സ്വർഗസ്ഥനായ പിതാവ്. അധൈര്യപ്പെടുത്താത്തൊരു പിതാവ് ഉണ്ടോ? ഉണ്ടവരുള്ള സ്വോത്രം ചെയ്തേ. എന്നാൽ
നമുക്ക് എല്ലാവർക്കും ഒരു പിതാവില്ലേ? 80 പ്രായം കാണും, തലമുടി മുഴുവൻ നരച്ച്, താടിയും നരച്ച ഒരപ്പച്ചൻ, ഡോക്ടർ ജോസഫ് പടിഞ്ഞാറേക്കര. അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഞാൻ കേട്ടു, ഞാനത് ആ സദസ്സിലുണ്ട്. അദ്ദേഹം ഒരു പഴയ മലയാളം പണ്ഡിറ്റ്, സംസ്കൃത പണ്ഡിതൻ. അദ്ദേഹം ഇങ്ങനെ പാടുകയാണ് തൻ്റെ ബർത്ത്ഡേക്ക് എഴുതിയ ഒരു പാട്ടിങ്ങനെ പാടി വന്നിട്ട് പിറന്നാൾ പാട്ട് പാടുന്നത് പറഞ്ഞു. തൻ്റെ അമ്മ തനിക്ക് ജന്മം കൊടുത്തതും ആ വർഷം എല്ലാം താനിങ്ങനെ പാടി പോയിട്ട് പറഞ്ഞു. അമ്മ, അച്ഛൻ, അമ്മാവൻ, പിന്നെ ആരണ്ടോ കൊച്ചപ്പൻ, ഇവരെല്ലാം തന്നെ സ്നേഹത്തോടെ കുട്ട എന്ന് വിളിച്ചു. എന്നെ കുട്ട എന്ന് വിളിച്ച് എല്ലാവരും ഇന്ന് ഭൂമിയിലില്ല. എല്ലാവർക്കും ഞാൻ ഡോക്ടർ ജോസഫ്. പക്ഷേ ഇന്നും അപ്പ എന്ന് വിളിച്ച ഏതു രാത്രിയിലും എന്നെ കുട്ട എന്ന് ഓമനപ്പൊരിലിട്ട് വിളിക്കുന്ന ഒരപ്പനെനിക്കുണ്ട്. ആ അപ്പനാണ് നമ്മുടെ പ്രിവിലേജ്. നമ്മളാരും അപ്പനില്ലാത്തവരല്ല, നമുക്കൊരപ്പനുണ്ട്. ഏതപ്പൻ? സ്വർഗസ്ഥനായ പിതാവ്. ഈ അപ്പനൊരു പ്രത്യേകതയുണ്ട്. ഈ അപ്പൻ അധൈര്യപ്പെടുത്താത്ത അപ്പനാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരമാർത്ഥമല്ലേ, ഞാൻ പ്രസംഗിച്ചു തുടങ്ങിയ സമയങ്ങളിൽ എന്തെല്ലാം അബദ്ധങ്ങൾ പ്രസംഗിച്ചു. പക്ഷെ ആവേശത്തോടെ പ്രസംഗിച്ച് ഞാനൊരു പ്രീഡിഗ്രി പഠിക്കുമ്പോൾ ഒരു പ്രസംഗിച്ചത് കിടിലം കൊള്ളിച്ചു പോയി. ഇന്നത് ഞാൻ ചിന്തിച്ച എനിക്ക് തന്നെ എന്നോട് ലജ്ജ തോന്നുന്നു. അത്ര വാക്കുകളായിരുന്നു. പക്ഷേ അന്നും ഞാൻ അത് കഴിഞ്ഞ് ഞാൻ അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് മുഖാന്തരം എന്നോട് നീ മേലിൽ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞവരുണ്ട്. എൻ്റെ അപ്പനോട് പറഞ്ഞിട്ടുണ്ട് മേലിൽ വേണ്ടി പോയേക്കരുതെന്ന്. പക്ഷേ ഒരു കാര്യവും ഇതെല്ലാം പറഞ്ഞാലും ഞാൻ പോയി കർത്താവെ ഒരബദ്ധം പറ്റിയെന്ന് പറയുമ്പോൾ നിന്നെ ഇനി കണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ടില്ല ഇന്ന് വരെ ആ അപ്പൻ എന്നോട് എന്നാ പറയുന്നറിയാമോ? അപ്പ എല്ലാവരും പറയും തെറ്റിപ്പോയി, എനിക്ക് ചില അബദ്ധങ്ങളൊക്കെ വന്നതായിരിക്കാം. പ്രസംഗങ്ങളെടുത്ത് ഫേസ്ബുക്കിലിട്ടു, പലരും കമൻ്റ് ഇട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അവർ തട്ടിക്കളച്ചു. എല്ലാവരും അതും ഇതുമൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ കരഞ്ഞു. ഈ അപ്പൻ എടുക്ക പോയി. അപ്പൻ എന്നോട് പറഞ്ഞു, ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും, എന്നിട്ട് സാരമില്ലെന്നോടിടും, തൻ മാർവിനെന്നെ ചേർത്തിടും. തെറ്റുപറ്റിയാലും അബദ്ധം പറ്റിയാലും അധൈര്യപ്പെടുത്താത്തൊരപ്പൻ നമുക്കുണ്ടെന്നൊന്ന് ഉള്ളവരുന്ന് രാത്രി തെറ്റ് പറ്റാഞ്ഞിട്ടാണോ, അബദ്ധം പറ്റാഞ്ഞിട്ടാണോ? പക്ഷേ there is a father in heaven. ആ അപ്പൻ്റെ പ്രത്യേകത, അപ്പൻ അധൈര്യപ്പെടുത്താത്തൊരപ്പനാ. നമ്മളിത് ഡിസൻസ് ചെയ്ത് പൊട്ടിപ്പോയി. അന്നേരം പ്രിയപ്പെട്ടവരെന്നെ പറയും, അന്നേരമേ ഞാൻ പറഞ്ഞതാ വേണ്ട. അവളാ പറഞ്ഞത് വേണമെന്ന്. പക്ഷെ അന്നേരം പറയും വേണ്ട, എൻ്റെ വാക്കിന് വിലയില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അനുഭവിക്ക്, നമുക്കൊന്ന് ചേർത്തേക്കാം. എല്ലാവരും അധൈര്യപ്പെടുത്തി അവിടെ പോയിരിക്കുമ്പോൾ ഈ അപ്പം മാത്രം പറയും, ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും, തന്മാർവിനെന്നെ ചേർത്ത്. ഇന്ന് രാത്രി എനിക്ക് ദേശത്തിന് പരിചയപ്പെടുത്താൻ ഒരപ്പൻ. ഞങ്ങളെന്തിനാ ഇങ്ങനെ പ്രസംഗിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഹു ഈസ് യുവർ ഫാദർ എന്ന് ചോദിച്ചാൽ അപ്പം വലിയൊരാളാണെങ്കിൽ നമ്മൾ പറയത്തില്ല എൻ്റെ അപ്പൻ ഇല്ലാരാന്ന്. അതിനും അഭിമാനത്തോടെ പറയാൻ ഞങ്ങൾക്കൊരപ്പനുണ്ട്. ആ അപ്പൻ്റെ പ്രത്യേകത അധൈര്യപ്പെടുത്താത്തൊരപ്പനാ. ഞാൻ എന്തെല്ലാം മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം അബദ്ധങ്ങളും കയ്യബദ്ധങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ അപ്പം പറഞ്ഞു, സാരമില്ല, ഇന്ന് രാത്രി ചേർന്ന് പാടാകാമോ? ഭാരമുള്ളിൽ നേരിടും, തൻ നേരമെല്ലാം താങ്ങിടും, സാരമില്ല. ഇന്ന് ഈ ഭൂമിയുടെ പ്രശ്നം എന്താ? ഭൂമിയിൽ ആത്മഹത്യ ഉണ്ടാകത്തില്ലായിരുന്നു, ഒരാൾ വന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്തില്ലെന്ന്, സാരമില്ലെന്ന്. ഞാൻ വായിച്ചു ഒരു അവയനാനുഭവത്തിൽ വെൺവാണിഭവ കഥകളുടെ ഒരു തുടക്കത്തിലുണ്ടായ ഒരു പ്രബലപ്പെട്ട സംഭവം. ആ പെൺകുട്ടിയെ ദേശാന്തരങ്ങൾ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുനടന്നൊരു സംഭവം. പക്ഷേ എവിടെയോ ഒന്ന് വായിച്ചപ്പോൾ കണ്ണു നനഞ്ഞു പോയി. ആ കുട്ടി ആർക്കും അഭിമുഖം കൊടുക്കാറില്ല. പക്ഷേ എങ്ങനെയോ ഒരു വനിതാ ജേർണലിസ്റ്റിന് അഭിമുഖം കിട്ടിയപ്പോൾ ആ കുട്ടി പറയുന്നു, ദേശാന്തരങ്ങളിൽ ആ കുട്ടിയെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുനടന്നു. സ്മാർത്ഥ വിചാരങ്ങൾ പോലെയുള്ള വിചാരണങ്ങളുടെ കേളികെട്ടുകൾ. പക്ഷേ ആ കുട്ടി പറഞ്ഞു, ഇതെല്ലാമായിട്ടും എനിക്ക് ഇന്ന് വരെ ആത്മഹത്യ ചെയ്യണം തോന്നിയിട്ടില്ല. ഒറ്റക്കാരിയോ ഇത്ര എല്ലാം ഒത്തായിട്ടും എന്നാടി കൊച്ചെ നീ ചെയ്തത് എന്ന് ചോദിക്കാത്തൊരപ്പൻ എനിക്കുണ്ട്. അത് ഈ ഭൂമിയിലെ അപ്പനാ. അങ്ങനെ ഒരു അപ്പനുള്ളപ്പോൾ എന്തിനാ മരിക്കാൻ തോന്നുന്നത്? പലപ്പോഴും പ്രിയപ്പെട്ടവരെ, 1000 പ്രശ്നങ്ങൾ. ഞാൻ അടുത്തിടയ്ക്ക് ഒരാളെ കണ്ടു, 1.5 ലക്ഷം രൂപ കടത്തിൽ അയാൾ മരിച്ചുപോയി. പാവം മരിച്ചുപോയി. എന്നാൽ 8 കോടി രൂപ കടം ഉണ്ടായിട്ട് ഇന്നും പിടിച്ചു നിൽക്കുന്നത്. വല്ലാതെ നിലവിളിക്കുമ്പോൾ ഒരപ്പൻ അടുത്ത് വരും. ആ അപ്പൻ്റെ പേര് സ്വർഗസ്ഥനായ അപ്പൻ. എന്നിട്ട് പറയും, സാരമില്ലാതെ പറയും,
രാത്രി ആ അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കിടികെട്ടിയ ആശയങ്ങളില്ല പ്രിയരെ, കടുകെട്ടിയ ദൈവശാസ്ത്ര ദർശനങ്ങൾ പറയാനില്ല. എനിക്കിതൊന്നും അറിയില്ല. ഞാനൊക്കെ വളരെ ലളിതമായ ചിന്തകളുള്ളവനാണ്. പക്ഷെ എനിക്കൊരപ്പനെ അറിയാം. ഈ അപ്പന് വല്ലാതെ തകരുമ്പോഴും വന്നിട്ട് പറയും സാരമില്ലെന്ന് പറയുന്ന ഒരപ്പനുണ്ട്. ഇന്ന് രാത്രി അപ്പൻ ഇവിടെ ഇരിപ്പുണ്ട്. ഓരോ നിങ്ങളുടെ അടുത്ത് എത്ര പേരും പറയും നമ്മൾ അനാഥരല്ല. എല്ലാ അപ്പനും ഭൂമി പറയും ഞാൻ ഉള്ളിടത്തോളം കാലം നിന്നെ നോക്കിക്കോളാം. എൻ്റെ അപ്പനും പറഞ്ഞു ഇവൻ എന്തോ ചെയ്യും ഞാൻ പോയാൽ. ഞാനൊരു മഹാലാവിഷ് ടൈപ്പാണ്. ഞാനൊരു പൊട്ടൻ, എല്ലാത്തിനും എടുത്തിയാടുമെന്ന് എൻ്റെ എല്ലാവരും പറയുന്നു. എൻ്റെ അപ്പൻ എല്ലാവരും സങ്കടം പറയായിരുന്നു. ഇവൻ പോയാൽ ഇവൻ എന്തോ ചെയ്യും, എന്തോ ചെയ്യുമെന്ന്. പക്ഷേ അപ്പനും പറയാൻ കഴിയുന്ന ഇത്രയല്ലേ ഉള്ളൂ, ഞാൻ ഉള്ളിടത്തോളം നിന്നെ നോക്കിക്കോളാം. പക്ഷേ ഈ അപ്പം പറഞ്ഞു ഞാൻ ഉള്ളിടത്തോളം നല്ല യുഗാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞാലേ ഞാൻ നിന്നെ ഒരിക്കലും അനാഥനായി. അപ്പം 80-കാരനും അനാഥനല്ല, 90-കാരനും അനാഥനല്ല. അവനെയും അധൈര്യപ്പെടുത്താത്തൊരപ്പനുണ്ട് അല്ലേ? നമുക്ക് സാരയില്ലെന്ന് പറയാനൊക്കെ. ഒരു പ്ലേറ്റ് താഴെ പോയാൽ മരുമോളി ചാടും, കണ്ടോ തല്ലിയുടച്ചു. ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്ലേറ്റ് പോയാലും അയ്യോ മുടിക്കാൻ വേണ്ടി ഓരോന്നും ജനിക്കും, കണ്ടില്ലേ ക്ലാസ് പോയി. ഒരു ഭാര്യയുടെ കയ്യിൽ നിന്ന് പോയാലോ ഭർത്താവിടെ കിടന്ന് താണ്ഡവ നൃത്തമാടും, ഭരതനാട്യം നടക്കാൻ കുച്ചിപ്പുടി കളിക്കും, പിന്നെ എന്തെല്ലാം കളിക്കാമോ അതെല്ലാം കളിക്കുക. എന്താ ക്ലാസ് പോയി. സാരമില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും ഒരാൾ വന്ന് പറയും സാരമില്ല തോന്നിയിടും, തന്മാർവിനെ ചേർത്തിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം. അങ്ങനെ അപ്പനെ അനുഭവിച്ചിട്ടുള്ളവരൊന്ന് കര ഉയർത്തി പാടി. ഇന്ന് രാത്രി മിസ്റ്റേക്ക് ചെയ്യാനിട്ടല്ല. നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തുകയാണോ സഹോദര? നിങ്ങൾ തെറ്റിപ്പോയോ? നിങ്ങളെല്ലാവരും വഴക്ക് പറയാണോ? നിങ്ങളെല്ലാവരുടെ മുമ്പിൽ ഒരു കുറ്റവാളിയാണോ? കർത്താവ് പറയുന്നു സാരമില്ല, സാരമില്ല, സാരമില്ല. ഇനിയും നിനക്കൊരവസരമുണ്ട്, ഇനിയും നിനക്ക് വഴികളുണ്ട്. നിന്റെ വഴി അടഞ്ഞിട്ടില്ല. നീ ഇവിടം കൊണ്ട് തീരാനുള്ളവനല്ല. ഞാൻ നിന്നെ കരം പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാം. സാരമില്ലെന്നോതിടും, തന്മാർവിനെ ചേർത്തിടും, ഭാരമുള്ളിൽ നേരിടും. ഓ നേരമെല്ലാം സാരമില്ലെന്നോതിടും. ഈ അപ്പന്റെ സ്നേഹത്തിലേക്ക് വരാൻ ഓ എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും തന്നെ നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും തന്നെ നല്ലവൻ.
പിതാവുണ്ട്. പിതാക്കന്മാരെ, മാതാക്കളെ, നമ്മളെ അധൈര്യപ്പെടുത്താത്തൊരു പിതാവില്ലേ? ഉണ്ടോ? ആ പിതാവിന്റെ മക്കളായി തീരാൻ എന്ത് ചെയ്യണം? കാൺമീൻ, നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടാൻ അപ്പ നമുക്ക് എത്ര വലിയ അവകാശം നൽകി. എല്ലാവരും ഈ അപ്പന്റെ മക്കളാണ്, ഭൂമിയിലുള്ളവരല്ല. എന്നാൽ പലരും ദൂർത്തപുത്രനെ പോലെ അകന്നുപോയി. ഒറ്റ കാര്യം, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തെന്ന് പറഞ്ഞ് ഒരു സ്റ്റെപ്പ് തിരിച്ചു നടക്കാൻ തയ്യാറായ ഈ അപ്പൻ എന്തോ ചെയ്യുമെന്നറിയാമോ? നമ്മൾ ഒറ്റ സ്റ്റെപ്പ് വെച്ചാ ഈ അപ്പൻ അവിടുന്ന് ഒരൊറ്റ ഓട്ടം വരും, എന്നിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യും? കഴുത്തിൽ കെട്ടിപ്പിടിച്ച് മോതിരം അണിയിക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ഈ അപ്പൻ്റെ അടുക്കൽ നിന്ന് അങ്ങ് മാറി ദൂരെ പോയി, കൂട്ടുകാരിൽ കൂടി അങ്ങ് പോയി. എന്നാൽ നിങ്ങൾക്കറിയുമോ, ഇവിടെ നിന്ന് പ്രവചനം പോലൊരു പാട്ടുപാടി ഈ കൂട്ടുകാർ പിരിഞ്ഞിടും, സ്നേഹിതർ കൈവിടും, മാതാപിതാക്കളും മറന്നുപോകും. എന്നാൽ പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എൻ്റെ നിത്യാവകാശമാ. ഒരു സ്റ്റെപ്പ് ഇങ്ങനെ തിരിച്ചു നിൽക്കാൻ തയ്യാറായ നിൽക്കുന്നിടത്തുനിന്ന് ഒരു 100 മൈൽ സ്പീഡിൽ നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്ന ഒരു അപ്പായുണ്ട്. ആ അപ്പായുടെ പേരാണ് സ്വർഗസ്ഥനായ പിതാവ്. സ്വർഗസ്ഥനായ പിതാവ്. ഇന്ന് രാത്രി അപ്പൻ്റെ അടുക്കലേക്ക് എത്ര പേർക്ക് മടങ്ങി വരാൻ ഇഷ്ടമുണ്ട്? പലതും എന്നെ അവനിൽ നിന്ന് അകറ്റി. എന്നാ ഈ അപ്പനോട് ഭയങ്കര ഒരു സ്നേഹം എനിക്കിന്ന് രാത്രി തോന്നുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നവരെ ഈ സ്നേഹത്തിന്റെ പുതപ്പ് കൊണ്ട് ഇന്ന് രാത്രി കർത്താവ് പുതപ്പിക്കുന്ന രാത്രിയാണ്. അവൻ എൻ്റെ മേൽ വിരിച്ച കൊടി സ്നേഹത്തിന്റെ കൊടിയായിരുന്നു. മറ്റൊരു കൊടി അവനില്ല, ഞങ്ങളുടെ കൈ ഉയർത്താൻ മറ്റൊരു കൊടിയില്ല. പക്ഷെ ഞങ്ങളുടെ മേൽ വിരിക്കപ്പെട്ട ഒരു കൊടിയുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് മറ്റു പല കൊടികളും പിടിക്കാൻ പോകാത്തത്. ആ കൊടികൾക്കൊക്കെ താത്ത് വെച്ചിട്ട് ഈ കൊടിക്കിഴി അണിനിരക്കാൻ കാര്യം ഒരിക്കലും ഈ സ്നേഹം കൊണ്ടങ്ങ് മൂടി. ആ സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് അറിയാമോ? അവൻ പിരിയാത്ത സ്നേഹിതൻ, തീരാത്ത പ്രേമ, നീ എൻ്റെ നിത്യ അവകാശമാ. ഇന്ന് രാത്രി അപ്പന്റെ സ്നേഹത്തിന്റെ കീഴിൽ കരുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഒരിക്കലൂടെ അപ്പന്റെ മക്കളുടെ കര ഉയർത്തി പറഞ്ഞേ, അപ്പാ നീ എൻ്റെ അപ്പയാണല്ലോ, നീ എൻ്റെ അപ്പയാണ്, നീ എൻ്റെ അപ്പയാണ്. അധൈര്യപ്പെടുത്താത്തൊരപ്പ. ഈ അപ്പ എന്താ ചെയ്യുക? ഒരു ഭർത്താവ് തൻ്റെ ഭാര്യ കാന്തൻ എന്തെങ്കിലും പറയുന്നു, വേഗത്തിൽ ഞാൻ നിർത്തുക. ആ കാന്തൻ ക്രിസ്തു സഭയെ ചെയ്യുന്നത് പോലെ അതിനെ എന്ത് ചെയ്യും? പോറ്റിപ്പുലർത്തും. എങ്ങനെ ഈ ക്രിസ്തു സഭയെ പോറ്റിപ്പുലർത്തുന്നത്? അതാണ് ഈ അപ്പൻ്റെ പ്രത്യേകത. നമ്മുടെ ഈ അപ്പനൊരു പ്രത്യേകതയുണ്ട്. എല്ലാം അറിഞ്ഞ ഒരു അപ്പനാണ്. ഒന്നും അറിയാതെ ഒറ്റ നിമിഷം കൊണ്ട് ഇങ്ങനെ ഉയർത്തപ്പെട്ടവനല്ല. ദൈവരൂപത്തിൽ ഇരിക്കുക മനുഷ്യനായി മാറിയ കർത്താവ് 12 വയസ്സിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞൊരു അജ്ഞാതവാസക്കാലം 30 വയസ്സ് വരെ കാണുന്നില്ല. പൊതുവെ വിശ്വസിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് തച്ചുപണി ചെയ്യായിരുന്നു. അപ്പൻ്റെ കൂടെ നടന്ന് ആശാരിപ്പണി, മരപ്പണിക്കാരനായിരുന്നു നമ്മളപ്പൻ. മരപ്പണിക്കാരൻ കുത്തിപ്പിടിച്ച് ഇരുന്ന് കുനിഞ്ഞിരുന്ന് ചിന്തയിലിട്ടു, കൊട്ടുപൊടി വെച്ചടിച്ചു. കണ്ടിട്ടില്ലേ? പാവങ്ങളുടെ നിൽക്കുമ്പോൾ നേരെ നടു നിൽക്കത്തില്ല. ഒരു നിമിഷം കൂനി നിന്നിട്ട് എഴുന്നേക്കാനൊക്കത്തുള്ളൂ. രാവിലെ മയ്യോള് കുന്തിച്ചിരുന്ന് ജോലി ചെയ്തിട്ട് കാല് വേദനിക്കും. കാല് വേദനിച്ച് വീട്ടിൽ വരുമ്പോൾ ചിലപ്പം പിള്ളേർ പോലും ഒന്നും ഞെക്കി കൊടുക്കത്തില്ല. മക്കളെ ഒന്ന് ഞെക്കാമോ? എവിടെ? അവർക്ക് നേരമില്ല. ഓടി വന്ന് ഞെക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, അമ്മ വന്ന് ഞെക്കി കൊടുക്കാൻ ചോദിക്കുമ്പോൾ ഞാൻ വേഗത്തിൽ ഞെക്കും. അപ്പോൾ അമ്മ പറയും വേദനിപ്പിക്കും, അതിന് ഭേദം ഞെക്കാതിരിക്കുക. അത് കേൾക്കാൻ വേണ്ടി ആരും ഞെക്കുന്നത്. കാരണം നമുക്ക് പോകണ്ടേ, ആരും അറിയത്തില്ല. എന്നാൽ ഈ അപ്പ എന്താ പറയും? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ, എനിക്ക് നിന്റെ വേദനയെ അറിയാം. എന്തുകൊണ്ടാ? 30 വയസ്സ് വരെ ഞാനിങ്ങനെ മരപ്പണിക്കാരനായതുകൊണ്ട് നിന്നെ അറിയുന്ന ഒരുവനാണ്. അവനിങ്ങനെ പോറ്റിപ്പുലർത്തും. ഇന്ന് രാത്രി ആ കാന്തൻ നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് അവൻ്റെ മണവാട്ടിയാകാൻ എന്ത് ചെയ്യണം? ആ മണവാട്ടി അവനിങ്ങനെ അലങ്കരിച്ചൊണിയിക്കും. എങ്ങനെ? കറ, ചുളുക്കം, പാട്ടം, മാലിന്യമൊന്നുമില്ലാതെ തൻ്റെ രക്തം കൊണ്ട് അവൻ കഴിയെടുക്കുന്ന രാത്രി ആ കാന്തൻ്റെ കാന്തയാകാൻ ആഗ്രഹിക്കുന്നവരെ അറിയുന്ന ഒരു കാന്തനുണ്ട്. 30ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു. നേരെ പോയത് എങ്ങോട്ടാ? മരുഭൂമിയിലേക്ക്. വല്ലാത്ത വിശപ്പ്. 40 ദിവസം ഉപവസിച്ചു. എഴുന്നേറ്റു. ഞാനും 40 ഇരുന്നിട്ടുണ്ട്, പല്ല് ഇരുന്നിട്ടുണ്ട്. എൻ്റെ കൂടെ ഒരു കൊച്ചൻ ഇപ്പം 21 ദിവസത്തിൻ്റെ 7ാം ദിവസമാണ്. പാവം ദൈവമേ, കൊച്ചു പിള്ളേരാ. അപ്പോഴും 40 ദിവസം എഴുന്നേറ്റു. 40 ദിവസം ഉപവസിച്ച് എഴുന്നേറ്റ വല്ലാത്ത വിശപ്പല്ല, വല്ലാത്ത പരവേശം ഉണ്ടാവും. കുടലെല്ലാം ഇങ്ങനെ ചുരുങ്ങി വരും. 40 ഇരുന്ന് എഴുന്നേറ്റവനെ ഇറച്ചിമീനൊന്നും കൊടുക്കത്തില്ല. പിന്നെ പൊടിയരിക്കഞ്ഞി വേവിച്ചു കൊടുക്കും. കാരണം അവൻ്റെ കുടല് ചുരുങ്ങിപ്പോകും. എന്നിട്ട് ഇച്ചിരി കുടിക്കാന്ന് പറയും. പക്ഷേ എൻ്റെ കർത്താവോ, ഞാൻ 40 ഇരുന്നൊക്കെ എഴുന്നേറ്റപ്പോൾ എന്തുമാത്രം പേര് നോക്കാനുണ്ടായിരുന്നു, കെയർ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ ഇവൻ എഴുന്നേറ്റപ്പോഴോ ആരും ഒരു നാരങ്ങാനീര് പോലും കൊടുക്കാനില്ല, ആരും കഞ്ഞിയും കൊടുക്കാനില്ല. അപ്പം പിശാചി വന്നിട്ട് പറഞ്ഞു, കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കാൻ. കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കി 40
വിശന്നിരുന്നവൻ കഴിച്ചാൽ ദഹിക്കുമോ? കഞ്ഞി കുടിച്ചാൽ ദഹിക്കത്തില്ല. പിന്നെ കല്ല് ഇന്ന ദഹിക്കുമോ? ഇല്ല. അതുകൊണ്ട് ഈ കാന്തന് പ്രത്യേകതയുണ്ട്. വിശക്കുന്നെന്ന് പറഞ്ഞാൽ അവനിങ്ങനെ അപ്പമായിട്ട് വന്ന് നിൽക്കും. പോറ്റിപ്പുറം ഒരു കർത്താവുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു സാക്ഷ്യം കേട്ടു. ആന്ധ്രാപ്രദേശിലൊരു സ്ഥലത്ത്, പഴയ ആന്ധ്രാപ്രദേശ്, അവിടെ കരിനഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങളുടെ കർത്താവിന് ദാസൻ 4 പെൺകുഞ്ഞുങ്ങൾ, വളരെ ബുദ്ധിമുട്ട്. അദ്ദേഹം ജോലിയൊക്കെ കളഞ്ഞു പോയതാ. ഇളയ കുഞ്ഞ് പാല് ചോദിച്ചു, കുഞ്ഞ് 2 തുടം പാല് മേടിക്കും. മൂത്ത കൊച്ചുങ്ങൾ സ്കൂളിൽ പോയപ്പം ചോദിച്ചു, അമ്മ 4 മണിക്ക് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് കൂടി ഇച്ചിരി പാലിനകത്ത്, കാപ്പിക്കകത്ത് ഇച്ചിരി പാലൊഴിച്ച് വെള്ളക്കാപ്പി തരാമെന്ന് പറഞ്ഞു വിട്ടു. പക്ഷെ നിവൃത്തിയില്ല. പിള്ളേർ തിരിച്ചു വരാറായി. ഉച്ച കഴിഞ്ഞപ്പം വാതിക്കൽ കൊട്ട് നോക്കിയപ്പോൾ പാലുകാരൻ പാൽപാത്രം കൊണ്ടുവരാൻ പറഞ്ഞ് അമ്മ അറിയാതെ പാത്രം കൊണ്ട് കൊടുത്തു. പാലൊഴിച്ച് തിരിച്ചുപോയി. 10ാമത് പറഞ്ഞ് പാലുകാരൻ വന്നു. പാല് വന്നു. ഏത് പാലുകാരൻ? അവരവിടെ മുഴുവൻ അരിച്ചു പറക്കി തപ്പി. ഇന്ന് വരെ ആ ഗ്രാമത്തിൽ അവരങ്ങനെ ഒരു പാലുകാരനെ കണ്ടിട്ടില്ല. പക്ഷെ 4 മണിക്ക് തിരിച്ചു വരുന്ന മക്കൾ ഇച്ചിരി പാക്കാപ്പി തരാമോ ചോദിച്ചപ്പോൾ ഇവനിങ്ങനെ വന്ന് എന്തുകൊണ്ടാ? അവനറിയാം 30 വല്ലാതെ വിശന്നവനിന്നും അവനിങ്ങനെ ഇട്ടങ്ങനെ ഒക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യൻ ഭയങ്കര സാമ്പത്തിക കടക്കണിയില്ല. കടം മേടിച്ചവനെ പുച്ഛമാണ്. കാരണം മേടിച്ചാൽ കൊടുക്കത്തില്ല. വേഗത്തിൽ പറയട്ടെ. പക്ഷെ മേടിച്ചാൽ കൊടുക്കാത്തവന് ദുഃഖം വലുതല്ലേ? എനിക്കറിയാം, വല്ലാതെ ബുദ്ധിമുട്ടിപ്പോയ ഒത്തിരി പേര്. പക്ഷേ ഇവരുടെയൊക്കെ എടുക്കൽ ഒരാളുണ്ട്, യേശുവാ. കാരണം എന്നാണെന്നറിയാമോ? പത്രോസൊന്ന് ഉറപ്പിച്ചു, കരമടയ്ക്കണ്ടേ, നാളെ അടയ്ക്കണം. അടച്ചില്ലേ കോമക്കാരാ, കണ്ണിനുമായി ചോരയില്ലാത്തവർ പൊക്കിക്കൊണ്ടുപോകും. എന്തോ ചെയ്യും? പെട്ടെന്നെടുക്ക് ചൂണ്ട, മീനെ പിടിക്ക്, അതിൻ്റെ വായി ബ്രഹ്മപ്പണം കാണും. കരമടയ്ക്കാൻ കാശില്ലാതെ ചൂണ്ടയിട്ട് മീൻ പിടിച്ച് ബ്രഹ്മപ്പണം കൊടുത്തവൻ ഇന്നും നിന്റെ ബുദ്ധിമുട്ടിൽ പ്രതികരിക്കാൻ അറിയാം. കാരണം അവൻ അറിയാൻ വയ്യാത്തവരല്ല. ഞങ്ങൾ ഈ 1.5 മുറി പാസ്റ്റിനകത്ത് പലരും കിടക്കുന്നത്. നിങ്ങളവർക്ക് ഉപദേശിമാരൊക്കെ ഭയങ്കര കാശിയാണ്. ഒന്നുമല്ല പ്രിയര്, എൻ്റെ കൂടെ 50 പാസ്റ്റർമാരുണ്ട്. പലരും കൃത്യം ദശാംശം തരുന്നവരാണ്. 2-3 മക്കളുള്ളവർ കൃത്യമാണ്. മാക്സിമം ദശാംശം 500, 600, 700. ഞാൻ ചോദിച്ചു, വേറെ പണിക്ക് പോകുന്നുണ്ടോ? പോത്തില്ല. എന്താ കാര്യം? എന്നാലും ഞങ്ങളെ അറിയുന്ന ഒരുവനുണ്ടെന്നുള്ള ഒറ്റ ഉറപ്പ്. ഒരു കാര്യം ഞാൻ പറയാം, ഇവനറിയുന്ന എന്തുകൊണ്ടാണ്? ഇങ്ങനെ പൊട്ടിപ്പുലർത്തുന്ന ഒരു കാന്തനുണ്ട്. ഇന്ന് രാത്രി അവൻ്റെ മണവാട്ടിയാകാൻ എന്താ ചെയ്യണം? ഒറ്റ വഴി, കർത്താവെ ഞാൻ പാപിയ, എന്നെ സ്വീകരിക്കണമെന്ന് പറഞ്ഞൊന്ന് അടുത്ത് വന്ന ഞാൻ ഒത്തിരി പേരെ കണ്ടു. ഇന്നലെ രാത്രിയിൽ എവിടെയോ ഒരു കൺവെൻഷൻ സ്ഥലത്തേര് ഞാനങ്ങ് മറന്നുപോയി. ഓർത്താ പറയാം. അവിടെ എന്നെ പ്രസംഗിക്കാൻ വിളിക്കാൻ കാര്യമുണ്ട്. അച്ഛ എനിക്ക് കീമോ ചെയ്യാൻ 10 ലക്ഷം രൂപ ചിലവായി. എന്നിട്ട് സൗഖ്യമായില്ല. പിന്നെ കീമോ മുമ്പോട്ടുണ്ട്. അച്ഛൻ എൻ്റെ ആകെപ്പാടെ 1 ലക്ഷം രൂപ ഒരു വണ്ടി വിറ്റത്, വെള്ളം കയറി പോയ വണ്ടി വിറ്റത്. അച്ഛൻ പറഞ്ഞു, ഈ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിലും ഒറ്റ മാസത്തേക്കിനുള്ളൂ. പിന്നെ ഞാൻ എന്തോ ചെയ്യും? ചികിത്സ പിന്നെ 6 മാസം. അച്ഛാ, കർത്താവേ, ഞാൻ ചത്തുപോയാലും ചികിത്സിക്കുന്നില്ല. പുള്ളി പരിപാടി അങ്ങ് നിർത്തി. കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു ചേച്ചിയെ കണ്ടു. മുട്ടോളം മുടി ഉണ്ടായിരുന്നു ചേച്ചി. എൻ്റെ നല്ല ചേച്ചിയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ബോബ് ചെയ്ത് നടക്കുന്നത്. ഞാൻ ഈ വയസ്സാം കാലത്ത് ഭ്രാന്ത് കാണിച്ചതിന് അപ്പം പറഞ്ഞു, ഭ്രാന്തല്ലട, ആരോടും പറയല്ലേ. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കസിന് കീമോ ചെയ്തപ്പോൾ മുടിയെല്ലാം പോയി. അച്ഛനെ കാണാൻ പോയപ്പോൾ എനിക്കൊന്ന് സങ്കടമായി. കീമോ തൊട്ടെന്നാ ചോദിച്ചാൽ പറഞ്ഞു, ഇനിയും മുടി കളയാൻ ഞാനില്ല, എനിക്ക് ചെയ്യാൻ വേണ്ട, ചത്തോട്ട്. ഈ കീമോ ഒക്കെ ചെയ്ത് മുടിയും പോയി. അസുഖമൊക്കെ വന്ന് രൂപം മാറിയാൽ അവരോട് ഞാൻ പലരോടും പറഞ്ഞോളം നടക്കാൻ പോകാം, ഒരു കല്യാണത്തിന് പോകാം, വരത്തില്ല. എന്താ കാര്യം? എന്നെ കണ്ട ആരും അറിയത്തില്ല. പിന്നെ എല്ലാവരും സിമ്പതിയോടെ പറഞ്ഞു, അയ്യോ അറിഞ്ഞില്ലല്ലോ. അവർക്ക് ഭയങ്കര ദുഃഖം, ബുദ്ധിമുട്ടും, ആരെയും ഫേസ് ചെയ്യത്തില്ല. പക്ഷെ ഇവരെ അറിയാവുന്ന ഒരാളുണ്ട്. ഈ കാന്തൻ ഭയങ്കര സുന്ദരനായിരുന്നു. എൻ്റെ പ്രിയൻ, വെണ്മയും ചുവപ്പുള്ളവൻ. വെളിപ്പാട് പുസ്തകം അതിൻ്റെ പൗരുഷത്തിൻ്റെ മൂർത്തിഭാവമാണ്. എന്നാൽ പ്രവാചകൻ യെശയ്യാവ് 53 പറയുന്നുണ്ട്, ഈ സുന്ദരനായിരുന്നു, പക്ഷെ അവനെ കണ്ട ആളറിയാത്തവനെ പോലെ വിരൂപനായി. അതുകൊണ്ട് ഇന്നും രോഗം വന്ന വിരൂപനായൻ്റെ അടുക്കൽ അവനിങ്ങനെ വരും. അവൻ്റെ കാന്തൻ, നീ വിരൂപനായാലും ഞാൻ നിന്നെ കളയത്തില്ല, വിരൂപയായാലും നിന്നെ മുടി പോയാലും നിന്നെ ഞാൻ കൊണ്ടു നടക്കാതിരിക്കത്തില്ല. കാരണം ഞാൻ ഒരു ദിവസം ഇതുപോലെ സൗന്ദര്യം നഷ്ടപ്പെട്ടവനായി. അതുകൊണ്ടാ ഇന്ന് രാത്രി അവൻ എന്നെ അറിയുന്ന ഒരു കാന്തനുണ്ട്. പോറ്റിപ്പുറത്തേ, നിന്റെ ഭാര്യ നീ ഇങ്ങനെ പോറ്റണം. എന്തുപോലെ ഈ കാന്തനെ അറിഞ്ഞവൻ കാന്തയെ അറിയും. ഇന്ന് രാത്രി എൻ്റെ കർത്താവിൻ്റെ കാന്തയായി മാറാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആ കാന്തൻ
വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. ഈ മർമ്മം വലുത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും, കർത്താവ് ഭൂമിയും വന്നു നമുക്ക് വേണ്ടി മരിച്ചു. എല്ലാവരും കൈവിടപ്പെട്ട് എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടെന്ന് ചോദിച്ച് സ്വന്തം തോളിൽ തലയയച്ച് മരിച്ചു. പ്രാണനെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചൊരു വിലാപ്പുറത്ത് പടയാളി കുത്തി രക്തവും വെള്ളവും വന്നു. അതിനകത്തുനിന്ന് വന്നതാണ് ഈ കാന്ത. ആദ്യത്തെ ആദത്തിൻ്റെ നാറിൽ നിന്ന് ഹൗവ വന്നു, അവിടുത്തെ വിലാപ്പണം തന്നു. ഒടുക്കത്തെ ആദത്തിൻ്റെ കർത്താവിൻ്റെ ചങ്ക് കുത്തി തുറന്നപ്പോൾ അതിനകത്ത് രക്തവും വെള്ളവും വന്നു. അതിനകത്തുനിന്ന് വന്നൊരു മണവാട്ടിയുണ്ട്, അതാണ് തിരുസഭ എന്ന മണവാട്ടി. രക്തം കൊണ്ടും വെള്ളം. ആ മണവാട്ടിയോട് പറയാൻ കർത്താവിൻ്റെ കാര്യമുണ്ട്. വിശപ്പ് എന്താണെന്ന് എനിക്കറിയാം, കടഭാരം എന്താണെന്ന് എനിക്കറിയാം. അവനൊരു കൂരയില്ലായിരുന്നു, അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഉപേക്ഷിക്കുന്നതിൻ്റെ നമ്പർ എനിക്കറിയാം. എന്നോട് ഒരു ദിവസം അവർ പറഞ്ഞു നീ മതി ഹോശന്നെ, അടുത്ത ദിവസം പറഞ്ഞു നിന്നെ വേണ്ടെന്ന്. അതുകൊണ്ട് അതിൻ്റെ ദുഃഖം എനിക്കറിയാം. എനിക്ക് നിന്നോട് പറയാൻ ഒരു രഹസ്യമുണ്ട്. ഞാൻ നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. ഞാൻ നിന്നെ ഒരിക്കലും കർത്താവിനെ അറിയാം, ഒരിക്കലും കൈവിടാത്തൊരു കർത്താവ്. എൻ്റെ അമ്മയുടെ വയറ്റിൽ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ അപ്പ കൊണ്ട് ദർശനം കണ്ടു. ഇവനൊരു ആൺകുട്ടിയായിരിക്കും. 20ാമത്തെ വയസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രസംഗിക്കും. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അപ്പ കടപടഞ്ഞിട്ട് സുവിശേഷകത ചെയ്യാൻ തുടങ്ങി. 10ാം ക്ലാസ്സിൽ ഞാൻ പാസ്സായി. അന്ന് ഞങ്ങളൊരു ഹോള് പണിയാണ്, തട്ടടിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പം കമ്പി കെട്ടിക്കൊണ്ടിരിക്കുന്നു. രാവിലെ റിസൾട്ട് അറിഞ്ഞിട്ട് വീടുകളിലൊക്കെ മുട്ടായി കൊടുക്കാൻ പോയി. തിരിച്ചു വന്നു. ഞാൻ ഈ പണി കാണാൻ എല്ലാവരും പണിക്കാരും ഇറങ്ങി മുകളിൽ കയറി. ഒരു പില്ലണ്ട കമ്പിയെ ഞാൻ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ചവിട്ടി ഇന്ന പലക ഇളകി. അറിയാതെ എൻ്റെ കൈ കയറി പിടിച്ചത് തൊട്ടടുത്തൂടെ പോയ ലൈൻ കമ്പിയൽ. ഒരു കൈ ലൈനയിൽ, ഒരു കൈ പില്ലണ്ട കമ്പിയൽ. മൂന്നീലിയുടെ മുകളിൽ വീടിൻ്റെ മുറ്റത്ത് അപ്പയും അമ്മയും നോക്കി നിൽക്കുമ്പോൾ ഏകമകൻ പിടഞ്ഞു മരിക്കുക. നെഞ്ചത്തടിച്ചെൻ്റെ അമ്മ കരഞ്ഞു, എൻ്റെ കൊച്ചൻ പോവുകയാണ്. അപ്പം അമ്മയെ തട്ടിയിട്ട് പറഞ്ഞു പോത്തിലടി, കർത്താവ് പറഞ്ഞിട്ടില്ലേ ഞാനും അവനും കൂടെ കൂടി പ്രസംഗിക്കുമെന്ന്. ഇത് പറയും. ഒരു സെക്കൻഡ് നേരത്തേക്കിനെ കറണ്ട് പോയി. അട്ട ചൊല്ലുന്ന പോലെ ഇതിന് കിടന്ന് എന്നെ കോരിയെടുത്തു. എല്ലാവരും കൂടെ ബ്ലഡ് സർക്കുലേഷൻ നോർമലാക്കാൻ ഇടിക്കാൻ. പക്ഷെ ഒറ്റ വ്യക്തി എന്നെ തൊടുന്നതിന് മുമ്പ് അതീവ ശക്തിയുടെ ദൈവാത്മാവ് എന്നെ മേ വന്നു. ഞാൻ കരങ്ങളടിച്ച് അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. എനിക്ക് ഈ കാന്തനെ അറിയാം, എനിക്ക് ഈ അപ്പനെ അറിയാം. മരണത്തിൽ കൂരിൽ താഴ്വരയിലും കൈവിടാത്ത ഒരു കർത്താവ്, എൻ്റെ കൂടി ഇങ്ങനെ ഇറങ്ങി വന്നൊരു കർത്താവ്. ഇന്ന് രാത്രി കർത്താവില്ലാതെ നിങ്ങൾ മുമ്പോട്ട് പോകണ്ടേ? നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും കർത്താവില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകാൻ പാടായിരിക്കുക. എന്നാൽ എന്തില്ലെങ്കിലും കർത്താവ് ഉണ്ടെങ്കിൽ എന്തില്ലെങ്കിലും. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത് എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ. ഇന്ന് രാത്രി കർത്താവിനോട് അടുക്കുവാൻ എത്ര പേർക്ക് ഇഷ്ടമാണ്. ബന്ധങ്ങൾ ഉള്ളവരുടെ ബന്ധം വർദ്ധിക്കുന്ന രാത്രിയായി മാറട്ടെ. കർത്താവില്ലാതെ പോകല്ലേ, കർത്താവില്ലാതെ പോകരുതേ, കർത്താവില്ലാതെ പോകരുത്. ഓ ഹല്ലേലൂയ. അങ്ങനെ ആഗ്രഹിക്കുന്നവ ഒരു നിമിഷം കൂടെ കർത്താവേ നിന്നോടുള്ള എൻ്റെ ബന്ധം വർദ്ധിക്കുവാൻ എനിക്കിന്ന് രാത്രി ഇഷ്ടമാണ്. ആ ബന്ധം വർദ്ധിക്കുമ്പോൾ ഈ ഭൂമിയിലെ ബന്ധങ്ങളുടെ എല്ലാ തലങ്ങളും വർദ്ധിക്കുക, എല്ലാ തലങ്ങളും ദൃഢമാകും. അങ്ങനെ കർത്താവ് നിന്നോടുള്ള ബന്ധം കുറച്ചുകൂടെ അടുത്ത് അപ്പൻ്റെ ആ സ്നേഹത്തിൻ്റെ കൊടുക്കിഴിക്ക് വസിക്കണം. അങ്ങനെ ഒരിക്കലൂടെ ഓരോ പുനഃസമർപ്പണമാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട് ഈ അപ്പൻ തൻ്റെ സ്നേഹം കൊണ്ട് ചിലരെ പൊതുകയാണ്. അപ്പനടുത്തുണ്ട് അറിയുന്ന കാന്ത. ഇന്ന് ചിലരുടെ ദുഃഖങ്ങളെ മാറ്റുവാൻ യേശു വന്നിട്ടുണ്ട്. നിങ്ങളുടെ ദുരിതങ്ങളെ അറിയുന്ന യേശു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രിയനോട് അടുത്ത് ജീവിച്ചാട്ട് എല്ലാത്തിനേക്കാളും ഒരു യേശുവിനോട് അടുക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ട് യേശുവേ ഈ കാന്തനെ കുറച്ചുകൂടെ അറിയുവാൻ, ഈ കാന്തൻ്റെ സ്നേഹത്തിൽ കുറച്ചുകൂടെ ജീവിക്കുവാൻ. എന്നെ ഇതിന്ന് പിരിച്ചത് എന്താണ്? പാപം എന്നെ പിരിച്ചു. ഓ പാരമ്പര്യം എന്നെ പിരിച്ചു. ദുരഭിമാനം എന്നെ ഈ ബന്ധത്തിൽ നിന്ന് പിരിച്ചു കളയുന്നു. എന്നാൽ ഇതൊന്നും നമ്മുടെ കൂടെ വരത്തില്ല. ഇന്ന് രാത്രി ആ പിരിയാത്ത സ്നേഹത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഉലകിൽ എന്നരികിലായി പ്രിയമായ പലതുണ്ട്, എന്നാൽ അതിലെല്ലാം പ്രിയനായ പ്രിയനുണ്ട്. ഹല്ലേലൂയ. പ്രിയന്റെ സ്നേഹത്തിൽ പലതും അലിഞ്ഞു പോകട്ടെ. കർത്താവേ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി പ്രിയന്റെ സ്നേഹത്തിന്റെ കൊടിക്കീഴിലേക്ക്, ആ സ്നേഹത്തിൻ്റെ കൊടിക്കീഴിലേക്ക് ഞാൻ ഈ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ഒരിക്കലൂടാക്കി പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് ആ സ്നേഹത്തിൻ്റെ വിരി, ആ പുതപ്പിനകത്ത് അനേകരാകട്ടെ കർത്താവേ. മറ്റ് പലതിൻ്റെയും പുറകെ പോയി അതൊന്നും കൂടെ വരത്തില്ലല്ലോ കർത്താവേ, അതൊന്നും കൂടെ വരത്തില്ലല്ലോ. എന്നാൽ മരണത്തിന് കൂരിലും താഴ്വരയിലും കൂടെ വരുന്ന നിന്റെ കയ്യെഴുത്ത് രാത്രി ഒന്ന് പിടിക്കുക. ഓരോരുത്തരും ഈ സന്ദേശം കേട്ടവർക്കിടയാക്കണേ കർത്താവേ. പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എൻ്റെ നിത്യ അവകാശമല്ലേ. പിരിയാത്ത
സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എൻ്റെ നിത്യാവകാശമല്ലേ. ഉലകിലരികില പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയനുണ്ട്. ഉലകില് അരികില അതിലെല്ലാം പ്രിയം. നിങ്ങൾക്ക് പ്രിയപ്പെട്ട പലരും ഉണ്ടാകും. എന്നാൽ അതിലും പ്രിയനെ ഇന്ന് രാത്രി കൂടെ നടത്തുവാൻ ചേർത്ത് പിടിക്കാൻ തയ്യാറായാൽ അവൻ നിന്നെ കരങ്ങളെ വഹിക്കും, വലങ്കരം പിടിക്കും. പിന്നത്തേതിൽ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. അന്യനല്ല, സ്വന്തം കണ്ടുകൊണ്ട് ഞാൻ അവനെ കാണും. ആ വാഗ്ദത്തങ്ങൾ ഞങ്ങൾക്ക് തന്ന അങ്ങയുടെ നാമത്തിൽ, ആ പിതാവിന്റെ നാമത്തിൽ, സാരമില്ലെന്ന് പറഞ്ഞ ധൈര്യപ്പെടുത്തുന്ന അപ്പന്റെ നാമത്തിൽ ഈ ദേശത്തെ, ഈ ജനത്തെ, ശബ്ദം കേട്ട എല്ലാ മക്കളെ, എല്ലാ കുടുംബങ്ങളെ ഞങ്ങൾ ഇന്ന് രാത്രി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ സ്നേഹത്തിന്റെ കൊടുക്കിഴി ഞങ്ങളെ ഇങ്ങനെ അണിനിരത്തണമേ. അതിൽ നിന്ന് ഞങ്ങളെ മാറ്റുന്നതിന് എല്ലാത്തിൽ നിന്നും മാറി നടക്കുവാൻ ഞങ്ങളുടെ കാലുകൾക്ക് ശക്തി തരണമേ. ഞങ്ങളുടെ കണ്ണുകൾക്ക് കർത്താവ് ലേപനം എഴുതണമേ. ഞങ്ങൾക്ക് അതിൽ നിന്ന് മാറ്റുന്ന എല്ലാത്തിൽ നിന്നും മാറിയിരിക്കാനുള്ള വിവേചന ശക്തി തരണമേ. അതിനുള്ള ബലം തരണമേ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.